സന്തോഷത്തോടെ, ആ ഒരു അഭിമാനത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അനിൽ കുരിശിങ്കൽ സാറ്, അദ്ദേഹം ഒരു NLP സർട്ടിഫൈഡ് ട്രെയിനറാണ്, JCയിലെ ആക്റ്റീവ് ട്രെയിനറാണ്, ഹയർ സെക്കൻഡറി ടീച്ചറാണ്, കൂടാതെ MCOM, B.Ed, സെറ്റ്, കൂടാതെ ഇപ്പൊ MSc ചെയ്യുന്നു. ഒരു ഫസ്റ്റ് റാങ്ക് കൂടിയുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫാമിലി കൗൺസിലിംഗ് സൈക്കോളജിയിൽ. അപ്പൊ ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് ആ ഒരു നേതൃത്വ ഗുണം സ്വന്തം പ്രവൃത്തിയോടെ പരിചയപ്പെടുത്തിക്കൊണ്ട, നമ്മളെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അനിൽ കുരിശിങ്കൽ സാറെ, ഇന്നത്തെ ഈ ഒരു പുസ്തകം അത് നമ്മളെല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. കേരളത്തിലെ ഒരുപാട് സോഷ്യലി ഇൻഫ്ലുവൻസ് ഉള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ആ ദൈവത്തിന്റെ ചാരന്മാർ എന്ന ഒരു മനോഹരമായ പുസ്തകം പരിചയപ്പെടുത്തുവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ വ്യക്തികളുടെയും ഹൃദയം ചേർത്തിക്കൊണ്ട് ഞാൻ അങ്ങേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സാർ. ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്ന ഒരു നല്ല പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ അവതരിപ്പിക്കാനായിട്ട്. ദൈവത്തിന്റെ ചാരന്മാർ നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മുടെ സ്ക്രീനിൽ ഞാനിപ്പോ കാണിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ പോസ്റ്ററിലെല്ലാം വന്നിട്ടുള്ളത്. ഒരു യുവ എഴുത്തുകാരനാണ്. 1988 ജനിച്ച ഒരു വ്യക്തി എഴുതിയ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള കുറെ വ്യക്തികളെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതുകയാണ്. അദ്ദേഹത്തെ സ്പർശിച്ചിട്ടുള്ള, അദ്ദേഹത്തെ തിരുത്തിയിട്ടുള്ള, അദ്ദേഹം തൊട്ടു മനസ്സിലാക്കിയിട്ടുള്ള ചില വ്യക്തികളെ അദ്ദേഹം ഓർത്തെടുത്തുകൊണ്ട് എഴുതുകയാണ്. അങ്ങനെ അദ്ദേഹം അവരെയൊക്കെ വിളിക്കുന്ന പേരാണ് ദൈവത്തിന്റെ ചാരന്മാര്. കണ്ട സിനിമ, ചന്ദ്രലേഖ സിനിമയില് നീ പടച്ചോനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതുപോലെ അദ്ദേഹം പടച്ചോൻ എന്ന് പറയുന്നില്ല, പടച്ചോന്റെ ചാരന്മാരായിട്ട് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ പടച്ചോൻ തന്നെ നിയോഗിച്ച വ്യക്തികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന നോവലില് സിദ്ധാർത്ഥൻ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. സിദ്ധാർത്ഥൻ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ സുന്ദരിയായ ഒരു നർത്തകിയായിരുന്നു എൻ്റെ ഗുരു. പിന്നെ ധനികനായ ഒരു വർത്തകൻ, മറ്റൊരിക്കൽ ഒരു ചൂതുകളിക്കാരൻ, അലഞ്ഞു നടക്കുന്ന ഒരു ബുദ്ധ ഭിക്ഷു. ഞാൻ ഉറങ്ങിയപ്പോൾ അയാൾ എനിക്ക് കാവലിരുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ചത് ഒഴുകുന്ന ഒരു നദിയായിരുന്നു. കടുത്തുകാരനും എനിക്ക് കുറെ പാഠങ്ങൾ പറഞ്ഞു തന്നു. അയാളാകട്ടെ ഒരു ചിന്തകനായി ആയിരുന്നില്ല. എന്നിട്ടും ഒരു ദൃശി വര്യതുല്യനായി അയാൾ എനിക്ക്. ഓരോ കവർച്ചക്കാരനിൽ പോലുമുണ്ട് ഓരോ ബുദ്ധൻ. ഇതുപോലെ ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ജീവിതത്തിൽ ഇവിടെ കടന്നുപോയിട്ടുള്ള വ്യക്തികളെ ഓർത്തെടുക്കുകയാണ് ദൈവത്തിന്റെ ചാരന്മാർ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ദൈവത്തിന്റെ ചാരന്മാരായിട്ട് ഇത്തരത്തിൽ കടന്നു വന്ന് നമ്മളെ ഒന്ന് സ്പർശിച്ച്, നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തി, നമ്മളെ ഒന്ന് തിരുത്തി, നമ്മളെ ഒന്ന് നേർവഴിക്ക് ഒന്ന് വഴി കാണിച്ചൊക്കെ തന്നിട്ടുള്ള ആളുകളുണ്ടാവും. ഞാൻ അവരുടെ പേരുകളല്ല എഴുതാനായിട്ട് നിങ്ങളോട് പറയുന്നത്, മറിച്ച് അവർ നിങ്ങൾക്ക് ആരായിരുന്നു, ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചർ ആയിരുന്നെങ്കിൽ ടീച്ചർ, അങ്ങനെയുള്ള ആളുകളുടെ ഒന്ന് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചാറ്റ് ചെയ്യാം, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ചാരന്മാരായിട്ട് കടന്നു വന്ന ആരെ കുറിച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അവരെ ആരായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പറയാമോ? ടീച്ചർ, സ്റ്റുഡന്റ്, ഗ്രാൻഡ് ഫാദർ, മൈ അങ്കിൾ, വിലാസിനി ടീച്ചർ, ടീച്ചർ, മൈ കൊളീഗ്, ബസ്സിൽ കണ്ട പോലീസുകാരൻ, ഫ്രണ്ട്, ടീച്ചർ, 4ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർ. ഓക്കെ സാർ, എനിക്ക് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. വെരി ഗുഡ്. ഓക്കെ, ശാരദ ടീച്ചർ, ഫ്രണ്ട്. ജോസഫ് അന്നംകുട്ടി ജോസും അവതരിപ്പിക്കുന്ന തൻ്റെ ദൈവത്തിന്റെ ചാരന്മാരെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നവരൊക്കെ ഇവരൊക്കെ തന്നെയാണ്. തൻ്റെ അമ്മ, തൻ്റെ അച്ഛൻ, തൻ്റെ ജ്യേഷ്ഠൻ, അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തുക്കള്, താൻ കൗൺസിലിംഗ് കൊടുത്ത ചില കുട്ടികൾ, തൻ്റെ ജോലിയിൽ, തൻ്റെ ജോലി സ്ഥലത്ത് കാവൽക്കാരനായിട്ട് നിൽക്കുന്ന അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ ആളുകളെയൊക്കെ അവതരിപ്പിക്കുകയാണ്. ജോസഫ് അന്നംകുട്ടി ജോസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം, ഞാൻ പറഞ്ഞു, 1988 ജൂലൈ 18 അദ്ദേഹത്തിന്റെ ജനനം. ഏതാണ്ട് 2 ദിവസം മുൻപ് അദ്ദേഹം ജന്മദിനം ആഘോഷിച്ചു കാണും. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BCom ബിരുദവും, അതുപോലെ തന്നെ കൊച്ചി SCMS കോളേജിൽ നിന്ന് MBA നേടി.
അതിനുശേഷം അദ്ദേഹം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പോപ്പുലർ ആയിട്ടുള്ള ഒരു റേഡിയോ ജോക്കിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യം എഴുതിയ പുസ്തകം ഓർമ്മ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിനുശേഷം ബെസ്റ്റ് സെല്ലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബറീഡ് തോട്ട്സ്, ഒരു ആത്മകഥാംശമുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ പോലെ വായിക്കാവുന്ന ഒരു പുസ്തകമാണ് ബറീഡ് തോട്ട്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ബെസ്റ്റ് സെല്ലറായിട്ടുള്ളതാണ്. അതുപോലെ അതിനുശേഷം എഴുതിയ പുസ്തകമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ദൈവത്തിന്റെ ചാരന്മാർ എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹം എഴുതിയ മറ്റൊരു പുസ്തകമാണ് സ്നേഹം കാമം ഭ്രാന്ത്. ഈ ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്ന ഈ പുസ്തകം ഏതാണ്ട് 1,00,000-ലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ്. 33 പതിപ്പുകൾ DC ബുക്സ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. 232 പേജുകളുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില സമയത്ത് നമ്മുടെ കണ്ണ് നനയും, ചില സമയത്ത് നമ്മൾ ചിരിയടക്കാനായിട്ട് പാടുപെടും, ചില സമയത്ത് ചില മൗനങ്ങൾ നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിക്കും, ചില ചിന്തകൾ നമുക്ക് തരും. ഇതിന്റെ ആമുഖത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഈ പുസ്തകം ഒരു മോട്ടിവേഷണൽ പുസ്തകം അല്ല. ഇതിന്റെ അക്ഷരസോപാനം തേടി ആർക്കും ജീവിത വിജയം സ്വന്തമാക്കാനുമാവില്ല. മലയാള സാഹിത്യത്തിലേക്ക് ഒരു സംഭാവനയും ഇതിലില്ല. എങ്കിലും ഈ പുസ്തകം നമ്മെ ചിലതൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. ദൈവത്തിന്റെ ചാരന്മാരായി നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ ചില ആളുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. ഈ പുസ്തകത്തിന്റെ പേരിനോട് ചേർന്നിട്ടുള്ള ഒരു ടാഗ് ലൈൻ പോലെയുള്ളത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ചാരന്മാർ, യു കുഡ് ബി വൺ. ദൈവത്തിന്റെ ചാരനാവാം നിങ്ങൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ ആരുടെയൊക്കെ ദൈവത്തിന്റെ ചാരന്മാരായിട്ട് എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിനും പരിചിന്തനത്തിനും ഈ പുസ്തകം വഴി വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ പുസ്തകത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഞാനും ചിന്തിച്ച രണ്ട് കാര്യങ്ങളാണ്. ആരെല്ലാമാണ് എൻ്റെ ജീവിതത്തിലെ കടന്നുപോയിട്ടുള്ള ദൈവത്തിന്റെ ചാരന്മാർ, എൻ്റെ ജീവിതത്തെ തൊട്ട് എൻ്റെ ജീവിതത്തെ സ്പർശിച്ച് എൻ്റെ ജീവിതത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊക്കെ കടന്നുപോയിട്ടുള്ള ആ ദൈവത്തിന്റെ ചാരന്മാർ ആരൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ അവിടെയും എനിക്ക് കണ്ടെത്താനായത് എൻ്റെ അമ്മയും എൻ്റെ അപ്പനും എൻ്റെ അധ്യാപകരും എൻ്റെ വിദ്യാർത്ഥികളും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ്. ഇതുപോലെ നമ്മളെ മുൻപിലൊക്കെ പഠിപ്പിച്ചു പോയിട്ടുള്ള ദിലീപ് സാറൊക്കെ അവിടെ ജയഗോപാൽ സാറിനെ തുടങ്ങി ഒരുപാട് പേരെ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ പഠിപ്പിച്ചു പോയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിലെ നമ്മളെ സ്പർശിച്ചു പോയിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ മറിച്ചൊരു ചിന്ത കൂടി നമ്മുടെ മുന്നിലേക്ക് അറിഞ്ഞോ അറിയാതെ ഈ പുസ്തകത്തിന്റെ വരികൾക്കിടയിലൂടെ ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറയുന്ന ജോ, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരൊക്കെ എളുപ്പത്തിൽ സ്നേഹത്തോട് വിളിക്കുന്ന ജോപ്പൻ നമ്മുടെ മുൻപിൽ പറഞ്ഞു വെക്കുകയാണ്: നിങ്ങൾ എപ്പോഴാണ്, അല്ലെങ്കിൽ ആരുടെ മുൻപിലാണ്, ആരുടെയൊക്കെ ദൈവത്തിന്റെ ചാരനായിട്ട് മാറിയിട്ടുണ്ടോ, ആരുടെയെങ്കിലും ജീവിതത്തേക്ക് സ്പർശിച്ചുകൊണ്ട് അവർക്കൊരു തിരുത്തൽ കൊടുക്കാനായിട്ട്, അവർക്കൊരു നന്മയുടെ വെളിച്ചം കാണിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ടാണ് ഈ പുസ്തകം കടന്നു പോകുന്നത്. ഇതിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത് ഋഷികേശ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്താണ്. അതെല്ലാം വളരെ രസകരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു വാക്കുകളാണ്: ജോപ്പന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും അവൻ പോലും ശ്രദ്ധിക്കാതെ കൂടെ നടക്കാനും അവനെ നേരെ നടത്താനുമായി ദൈവം നിയോഗിച്ചവരെന്ന് അവൻ വൈകി തിരിച്ചറിഞ്ഞ ചില വ്യക്തികളെ കുറിച്ചുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തില് അധ്യായമായിട്ടൊന്നും തിരിച്ചിട്ടില്ല. അതിലെ ഒരു 21ഓളം പേരിങ്ങനെ കടന്നു പോവുക. 21ഓളം അധ്യായങ്ങളിലൂടെ 21 അധ്യായങ്ങൾ എന്ന് നമുക്ക് വേണേൽ പറയാം. 23 സംഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു രീതിയിലാണ്. അധ്യായം എന്നൊന്നുള്ള വേർതിരിവുകളൊന്നുമില്ല. ചിലതെല്ലാം വളരെ വലുപ്പമുണ്ട്. എന്നാൽ 232 പേജിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിലെല്ലാം തന്നെ ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പോൾ ഇതിനൊരു തുടർച്ചയൊന്നുമില്ല. ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇതിലങ്ങ് പോവുകയാണ്. അപ്പൊ ഏതാദ്യം പറയണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഞാൻ ആരെ കുറിച്ചിട്ടായിരിക്കും ആദ്യം പറയുക എന്നുള്ളത്. അമ്മയെ കുറിച്ചാണോ? എന്താണ് ജോബി സാറേ? അമ്മയെ കുറിച്ചാണോ? അമ്മയെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും അമ്മയെ കുറിച്ചിട്ട് തന്നെ പറയാമെന്നാണ് ഞാനും കരുതിയത്. വേറൊന്നുമല്ല, അമ്മയെ കുറിച്ചിട്ടും അധ്യാപകയെ കുറിച്ചിട്ടും പറയുന്ന 2 പാഠങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൽ 2 അധ്യായങ്ങള്, 2 എന്താ പറയാ, 2 ഭാഗങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഏതായാലും അമ്മയെ കുറിച്ചിട്ട് തന്നെ പറയാം. ഒരു ഇരട്ട ലജ്ജ എന്നാണ് ആ ഒരു ഭാഗത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര്. ഇരട്ട ലജ്ജ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിലെ ഒരു ഹെഡിങ് ആണ്. ഇരട്ട ലജ്ജ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ആ ഇരട്ട ലജ്ജയ്ക്ക് കാരണമായിട്ടുള്ള സംഭവം വിവരിച്ചുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുന്നത് തന്നെ. ഇരട്ട ലജ്ജ, ഗാന്ധിജിക്ക് ഇരട്ട ലജ്ജ തോന്നാനിടയാക്കിയിട്ടുള്ള സംഭവം ഇതാണ്.
ഗാന്ധിജിയുടെ അച്ഛൻ തീരെ വയ്യാതെ മരണശയ്യയിൽ കിടക്കുമ്പോൾ ഗാന്ധിജി അച്ഛന്റെ അടുത്ത് പോയിട്ട് കാലുകൾ ഇങ്ങനെ തിരുമ്മി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗാന്ധിജിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത അപ്പുറത്തെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന തന്റെ ഭാര്യ കസ്തൂർബയെ കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ ശാരീരിക തൃഷ്ണ തന്റെ അച്ഛന്റെ ശയ്യയിൽ നിന്ന് അച്ഛന്റെ കാലുകൾ തടവിക്കൊണ്ടിരിക്കുന്ന ഗാന്ധിയെ ആ ശാരീരിക തൃഷ്ണ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കസ്തൂർബ ഗാന്ധിയുടെ അടുത്തേക്ക് പോവുകയും അദ്ദേഹം ആ മുറിയിലേക്ക് കയറി കഴിഞ്ഞ് ഏറെ നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് വാതിലും മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഇത് വായിച്ചപ്പോൾ ജോസഫ് അന്നംകുട്ടി ജോസ് പറയുന്നത്, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഗാന്ധിജിയോടുള്ള എൻ്റെ മുൻപിലുള്ള ഒരു വലിയ ബിംബമായി നിന്ന ഗാന്ധിജിയോടുള്ള ഒരു ഒരു ചെറിയ അതിനൊരു ഇടിവ് സംഭവിച്ചു എന്ന് എനിക്ക് ആദ്യം തോന്നി. ഞാൻ രണ്ടാമത് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഇത് തുറന്നു പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള വലിയൊരു ആദരം, ഗാന്ധിജിക്ക് വേണമെങ്കിൽ തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ താഴ്ത്തിയേക്കാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ പറ്റി മോശമായിട്ട് കരുതിയേക്കാവുന്ന ഈ ഒരു സന്ദർഭം വേണമെങ്കിൽ ആ ആത്മകഥയിൽ നിന്ന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഗാന്ധിജി അതങ്ങനെ ചെയ്തില്ലല്ലോ. അപ്പോൾ അതിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു വിശദീകരണം ഇതാണ്: മനസ്സിൻ്റെ ഒരു വിമലീകരണം നടക്കുന്നത് പലപ്പോഴും ചില തുറന്നു പറച്ചിലുകൾ നമ്മുടെ മനസ്സിൻ്റെ വിമലീകരണത്തിന് കാരണമാകും, നമ്മുടെ മനസ്സിനെ അല്പം കൂടി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അതുപോലുള്ള ഒരു തുറന്നു പറച്ചിലാണ് ഗാന്ധിജി നടത്തിയത് എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലുണ്ട്. അതിനുശേഷം അദ്ദേഹവും തൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് പോവുകയാണ്. തൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഗാന്ധിജിയുടെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ്. അദ്ദേഹം ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു 2017 ഇറങ്ങിയ ഞാനാണ് മാറ്റം എന്ന് പറയുന്ന ഒരു വീഡിയോയോട് കൂടിയാണ്. ഈ പറയുന്ന ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറയുന്ന ഒരു ഫിഗർ, അല്ലെങ്കിൽ ഒരു വലിയ കോളമിസ്റ്റ്, വ്ളോഗർ, ആക്ടർ, ഓഥർ എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം പ്രസിദ്ധനാവാനായിട്ടുള്ള ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഞാനാണ് മാറ്റം എന്ന് പറയുന്ന ഒരു വീഡിയോയിലൂടെയാണ്. ആ വീഡിയോയിൽ യഥാർത്ഥത്തിൽ ഓരോ പെൺകുട്ടിയും എൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ അവസരമല്ല എന്നൊരു ആശയം അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം അത് അദ്ദേഹത്തിന് പ്രചോദനമായത് ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു റേപ്പ് കേസും ആ റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു TV ചർച്ചകളൊക്കെയാണ് അദ്ദേഹത്തിന് അത്തരത്തിലൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രചോദനമായത്. അത്തരമൊരു വീഡിയോയിൽ അദ്ദേഹം പങ്കുവെച്ച ആശയം തൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. 5ാം ക്ലാസ്സിൽ താൻ പഠിക്കുന്ന സമയത്ത് നമ്മൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. ഫാഷൻ ചാനൽ കാണുകയാണ്. വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങി എന്നൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം രാത്രിയിൽ ഇരുന്ന് വീട്ടിൽ ആരും ഇല്ല എന്ന് പറയുന്ന ഒരു സമയത്ത് അദ്ദേഹം വളരെ ദരിദ്രരായിട്ടുള്ള എന്നൊക്കെ നമ്മൾ തമാശക്ക് പറയുന്ന നഗ്നത കാണാൻ വേണ്ടിക്കൊണ്ട് അദ്ദേഹം ഫാഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അദ്ദേഹം ചാനലെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ വന്നത് കാണുകയാണ്. അമ്മ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുൻപിൽ ലജ്ജ മറിക്കാനായിട്ട്, നാണം മറിക്കാനായിട്ട് അദ്ദേഹം തൻ്റെ 2 കൈകളും പൊത്തിക്കൊണ്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ചാനൽ മാറ്റം ചെയ്തു, പെട്ടെന്ന് തന്നെ ചാനൽ മാറ്റം ചെയ്തു. പക്ഷെ അമ്മ ചാനലിനെ വീണ്ടും ആ ഫാഷൻ ചാനലിലേക്ക് ഓണാക്കിക്കൊണ്ട് അവൻ്റെ 2 കൈയും പിടിച്ചുകൊണ്ട്, നീ നന്നായിട്ട് നോക്കടാ, നീ എന്തിനാ എല്ലാവരും മറിഞ്ഞിരുന്നു കാണണം, നീ നന്നായിട്ട് നോക്ക്, നിന്റെ അമ്മയ്ക്കില്ലാത്തതൊന്നും അവർക്കുമില്ല, നിന്റെ അമ്മയ്ക്കുള്ളത് തന്നെയാണ് അവർക്കുമുള്ളത് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു അമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഞാനാണ് മാറ്റം എന്നുള്ള വീഡിയോ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ ഭയങ്കരമായിട്ടുള്ള വൈറലായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ അന്ന് പറഞ്ഞു കൊടുത്തൊരു ഉപദേശം കൂടി ഉണ്ട്. സ്ത്രീകളുള്ള ആകർഷണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. എല്ലാ മനുഷ്യർക്കും, എല്ലാ ആണുങ്ങൾക്കും ഒക്കെ ഉള്ള സ്ത്രീകളോടുള്ള ആകർഷണം സ്വാഭാവികമാണ്. പക്ഷേ ആ സ്വാഭാവികമായിട്ടുള്ള ആകർഷണത്തെ മാന്യമായിട്ട് നിയന്ത്രിക്കുന്നിടത്താണ് ഒരു ജെന്റിൽമാൻ ഉണ്ടാകുന്നത്. അങ്ങനെ നീയും ഒരു ജെന്റിൽമാനായിട്ട് മാറണം. ഈ അമ്മ പകർന്നു കൊടുത്ത ചിന്തകളാണ് യഥാർത്ഥത്തിൽ ആ വീഡിയോ. അങ്ങനെ ഈ അമ്മ പകർന്നു തന്നതാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ അനുഭവം അമ്മ ഈ ഫാഷൻ TV-യുടെ ചാനലിൻ്റെ ഒക്കെ ഉള്ളൊരു ഓർമ്മപ്പെടുത്തലെല്ലാം നടത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഈ വീഡിയോ ഭയങ്കര വൈറലായി. ദിവസങ്ങളിലുള്ള പത്രങ്ങളിലെല്ലാം തന്നെ നിന്റെ അമ്മയ്ക്കില്ലാത്തതൊന്നും അമ്മയ്ക്കുള്ളതിനപ്പുറം ഒന്നും അവർക്കില്ല എന്ന് പറയുന്ന വാചകമൊക്കെ എഴുതിക്കൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം തന്നെ, പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ വൈറലായ വീഡിയോയെക്കുറിച്ചും ഈ യുവ എഴുത്തുകാരനെ കുറിച്ചും ഒക്കെ പറയുന്നത്, ഈ യുവ ജോക്കിയെ കുറിച്ചൊക്കെ പറയുന്നത്. അങ്ങനെ ഫേസ്ബുക്കിലെല്ലാം തന്നെ ഇദ്ദേഹത്തിന് വരുന്ന കമന്റുകളിലെല്ലാം തന്നെ ഇങ്ങനെ ഭാഗ്യം ചെയ്ത അമ്മ, അല്ലെങ്കിൽ അമ്മയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു മകൻ, ഇതുപോലൊരു മകൻ ജനിക്കണം,
ഒരു അമ്മയ്ക്ക് വേണ്ടിക്കൊണ്ട് അമ്മയെ ഇതുപോലെ ഉയർത്തി കാണിക്കുന്ന ഒരു മകൻ വേണം, അമ്മയെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു മകൻ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെ ഇങ്ങനെ വല്ലാതെ ഉയർത്തിക്കൊണ്ട് ഈ അമ്മയ്ക്ക് ഇതുപോലെ ഒരു മകൻ ഉണ്ടായപ്പോൾ ഇതിൽ അമ്മയെ ഇങ്ങനെ വല്ലാതെ ഉയർത്തുമ്പോൾ ഇവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ജനിക്കുകയാണ്. അമ്മയെ അത്രയ്ക്ക് ഒന്നും താൻ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഇതെന്റെ അമ്മയെ താൻ അത്രയ്ക്കൊന്നും അധികം സ്നേഹിക്കുന്നില്ല, ഈ അമ്മയ്ക്ക് ഞാൻ അത്ര ഭാഗ്യമൊന്നും അല്ലല്ലോ എന്ന് വിളിച്ചു പറയണമെന്നുള്ള അദ്ദേഹത്തിന് ഒരു തോന്നൽ മനസ്സിലുണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ ആ തോന്നലിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ഭാഗം എഴുതുന്നത്, എൻ്റെ ഇരട്ട ലജ്ജ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എഴുതുന്നത്. എല്ലാ ആൺകുട്ടികൾക്കും സ്വാഭാവികമായിട്ടും തോന്നേണ്ട ഒരു അടുപ്പം എന്ന് പറയുന്നത് അമ്മമാരോടാണ്. പക്ഷെ എന്തുകൊണ്ടോ അമ്മയേക്കാൾ കൂടുതൽ അദ്ദേഹം സ്നേഹിച്ചത്, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്, എൻ്റെ സ്നേഹം ചാഞ്ഞു നിന്നിരുന്നത് അച്ഛൻ എന്ന് പറയുന്ന നദിയിലേക്കാണ് എൻ്റെ മരം ചാഞ്ഞു നിന്നിരുന്നതെന്ന് പറയുന്നുണ്ട്. താൻ ജീവിതത്തിൽ, കാരണം അതിനൊരു കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ച് കേട്ട ഏറ്റവും മോശം പരാമർശം എൻ്റെ അമ്മയുടെ വായിൽ നിന്ന് വന്ന പരാമർശമാണ്. അമ്മയുടെ പരാമർശം എങ്ങനെയാണ്? ജോസഫേ, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും അധികം ഭയക്കുന്നത് നിന്നെയാണ്, നിന്നോട് മിണ്ടാനാണ്. എൻ്റെ 3 മക്കളിൽ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ഭയമാണ്. തൻ്റെ ജീവിതത്തിൽ തന്നെ കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും മോശം പരാമർശം നടത്തിയ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുമായിട്ട് ഒരു നിരന്തരമുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ നടക്കുന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട് ആ ഭാഗത്തെല്ലാം തന്നെ. അപ്പോൾ അവസാനം ഈ അമ്മയെ ഒന്ന് തിരിച്ചറിയാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ ജോസഫ് ഇങ്ങനെ ഒന്നുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മയെക്കുറിച്ച് എല്ലായിടത്തും അപ്പനെ കുറിച്ചിട്ടാണ് മൂപ്പര് എപ്പോഴും കൂടുതൽ പറയുക. അമ്മ എപ്പോഴും ഓരോ എക്സാമ്പിളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. കാർ എടുക്കാനായിട്ട് അമ്മയോടുള്ള തർക്കങ്ങളെ കുറിച്ച് ഇപ്പോൾ അപ്പം പറയും, എടാ നീ ആ കാർ എടുത്തിട്ട് പോകാന്ന് പറയുമ്പോഴേക്കും എന്തിനാ അവനെ കാർ എടുക്കാൻ നിർബന്ധിക്കണേ എന്ന് ചോദിക്കുന്ന അമ്മ. അതുപോലെ തന്നെ വീട്ടിലെ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ശബ്ദമായിട്ടൊക്കെ മാറുന്നത് അമ്മയുടേതാണ്. പലപ്പോഴും അമ്മയുടെ ദേഷ്യപ്പെടുമ്പോഴുള്ള വാക്കുകളുടെ ഒരു മൂർച്ചയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ മുറിവുണ്ടാക്കുന്നത്, തനിക്ക് കണ്ണീര് നൽകുന്നത്, ദൈവത്തോട് പോലും അമ്മ തർക്കിക്കുമെന്നൊക്കെ ചേട്ടനോടൊക്കെ പറയുന്ന ഒരു 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 സന്ദർഭമുണ്ട്. പലപ്പോഴും ഞങ്ങളൊക്കെ നമ്മൾ ഈ ക്രിസ്ത്യാനികളൊക്കെ പോയിട്ട് പള്ളിയിൽ കുമ്പസാരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പൊതുവെ പറയുന്ന ഒരു പാവമാണ് മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളോട് മോശം വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എൻ്റെ ജോസഫ് പറയാണ്, ഞാനും എപ്പോഴും കുമ്പസാരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, മാതാപിതാക്കളോട് ദേഷ്യപ്പെടാറുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നു, മാതാപിതാക്കളോട് പെടാറുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഒരു നുണയാണ്. ഞാൻ മാതാപിതാക്കളോടൊന്നും ദേഷ്യപ്പെടാറില്ല, ഞാൻ എൻ്റെ അമ്മയോട് മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ. ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനോട് ദേഷ്യപ്പെടാറില്ലെന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനോട് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല, കാരണം അച്ഛൻ എപ്പോഴും അത്തരത്തിലാണ്. വളരെ തകർന്നു നിൽക്കുമ്പോൾ വളരെ നല്ല 2 വാക്കുകൾ പറഞ്ഞുകൊണ്ടൊക്കെ ആശ്വസിപ്പിച്ചൊക്കെ കളയും. അപ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് അമ്മയോടാണ്. അങ്ങനെ ജോസഫിന്റെ മനസ്സിൽ ഈ അമ്മയോടുള്ള ഈ ഒരു കുറ്റപ്പെടുത്തലൊക്കെ വളർന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാവും അമ്മ ഇങ്ങനെ ആയത് എന്നുള്ള ഒരു ചിന്ത അയാളിൽ രൂപപ്പെടുകയാണ്. എന്തുകൊണ്ടാവും അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? എന്നും ഞാൻ എൻ്റെ കണ്ണിലൂടെ നോക്കിക്കണ്ട അമ്മയെ എനിക്ക് ഒരിക്കലും സ്നേഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാവും അമ്മ ഇങ്ങനെയായി മാറിയത് എന്ന് ആലോചിക്കാനായിട്ട് അമ്മയുടെ കണ്ണിലൂടെയൊന്നും, അല്ലെങ്കിൽ അമ്മയുടെ ചിന്തകളിലൂടെ, അല്ലെങ്കിൽ അമ്മയുടെ പെർസ്പെക്റ്റീവിലൊന്ന് അമ്മയെ കാണാനായിട്ടുള്ളൊരു ശ്രമം നടത്തി കഴിഞ്ഞപ്പോഴാണ് ജോസഫിന് മനസ്സിലാവുന്നത് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ആവാനായിട്ട് കഴിയുള്ളൂ. കാരണം അമ്മയ്ക്ക് ലഭിച്ച അനുഭവങ്ങളെല്ലാം അത്തരത്തിലുള്ളതാണ് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് അദ്ദേഹം എത്തുകയാണ്. കാരണം 18-ാം വയസ്സിൽ കല്യാണം കഴിച്ചു, കാണാൻ അത്ര നിറമൊന്നുമില്ല, സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, സാമൂഹ്യ പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ഒരു അധ്യാപകനെ കല്യാണം കഴിച്ചു. അദ്ദേഹം കുടുംബത്തെക്കാൾ ഉപരി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്വന്തം കല്യാണം കഴിഞ്ഞ് ആഗ്രഹിക്കാത്തൊരു സമയത്ത് കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു ഒറ്റപ്പെടലെല്ലാം വല്ലാണ്ടുണ്ട്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ ഹസ്ബൻഡ് തന്നെ തമാശയ്ക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അത്രേ, നിന്നേക്കാൾ നല്ല നിറമുള്ള ഒരു പെണ്ണിനെ എനിക്ക് ലഭിക്കുമായിരുന്നു, ഞാൻ അത്രയ്ക്ക് മോശമൊന്നുമല്ല, ഞാൻ നല്ല സുന്ദരനല്ലേ, അപ്പൊ എനിക്ക് നിന്നേക്കാൾ മികച്ച ഒരു പെണ്ണിനെ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചില വാക്കുകളൊക്കെ തമാശയ്ക്ക് പോലും നടത്തുന്ന പരാമർശങ്ങൾ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ഭർത്താവിന്റെ അമ്മായിയമ്മ പറഞ്ഞു, നീ അവളുടെ കൂടെ കിടന്നാൽ നീ 100 തവണ കാഞ്ഞൂർ പുഴ കുളിച്ചു കയറിയാലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിയമ്മയുടെ കുത്തുവാക്കുകളും ഒക്കെ ഈ മകളെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം വലിയ മുറിവുകളായിട്ട് അമ്മയ്ക്ക് വന്നിട്ടുണ്ട്.
ഇതുകൂടാതെ സമയത്താണ് തനിക്കും കൂടി ഒരു ജോലി വേണം, കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് 1 വയസ്സുള്ള മകനെ തൻ്റെ കുടുംബത്തിൽ തന്നെ കൊണ്ട് ആക്കിയതിന് ശേഷം പഠിച്ച് ഒരു അധ്യാപികയായിട്ട് ജോലിയിൽ കയറി. അധ്യാപക ജോലിയോടൊപ്പം തന്നെ വീട്ടിലുള്ള എ ടു സെഡ് കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തുന്ന ഒരു അമ്മ. അതുകൊണ്ട് ജോസഫ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ ഫാനിന്റെ മുകളിൽ ഒരു നുള്ള് പൊടി ഉണ്ടാവില്ല ഒരിക്കലും. അമ്മ രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് അമ്മ എപ്പോഴും കൊണ്ട് നടന്നത്. അമ്മയെക്കുറിച്ച് പറഞ്ഞ 3 വാക്കുകൾ ഇതാണ്: സത്യം, കൃത്യം, വൃത്തി. ഈ 3 കാര്യങ്ങളാണ് അമ്മയെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മ. സത്യം, കൃത്യം, വൃത്തി. എടുത്തെടുത്ത് വെക്കുക അമ്മ പഠിപ്പിച്ചൊരു പാഠമാണ്. അതുപോലെ തന്നെ രണ്ടാമത് എനിക്കത് വളരെ രസമായിട്ട് തോന്നി. ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ പിന്നാലെ വരുന്നവനോടുള്ള ബഹുമാനമാണ്. നമ്മൾ ഒരു പൊതു ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ പോലും വെള്ളമൊഴിച്ച് പുറത്തേക്ക് പോകണമെന്ന് അമ്മ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ്. നിന്റെ പിന്നാലെ വരുന്നവനോടുള്ള ഒരു ബഹുമാനമാണ് ആ ടോയ്ലറ്റ് വൃത്തിയാക്കിയിട്ട് വെള്ളമൊഴിച്ചിട്ട് പോരുക എന്നുള്ളത്. അതുപോലെ നിനക്ക് ഒരു അടി തന്നവനെയും ഒരു പിടി തന്നവനെയും മറക്കരുതെന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു അമ്മയുടെ വാക്കുകളൊക്കെ ഓർത്തുകൊണ്ട് അമ്മ മൂത്ത ജ്യേഷ്ഠൻ ആദർശിന്റെ അടുത്തേക്ക് ദുബായിലേക്ക് 3 മാസത്തേക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അമ്മ ഇല്ലാത്തൊരു വീടും അമ്മ ചെയ്യുന്ന ജോലിയെ കുറിച്ചിട്ടൊക്കെ അവനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദർഭങ്ങളുണ്ട്. അന്ന് അപ്പം പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അപ്പം പറഞ്ഞു, എടാ നിന്റെ അമ്മ ചെയ്യണ കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമില്ല, ഞാൻ 3 ദിവസം കൊണ്ട് എൻ്റെ നടുവൊടിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ അമ്മയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ജോസഫ് തിരിച്ചറിയാണ്, ജോസഫിന്റെ കുമ്പസാരമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജോസഫ് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ദൈവത്തോട് തർക്കിക്കാനുള്ള അവകാശമുണ്ട്. അമ്മയുടെ മൂർച്ചയേറിയ വാക്കുകളൊക്കെ തന്നെയും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റ മുറിവുകളുടെ റിഫ്ലക്ഷൻസ് ആണ്. അമ്മയുടെ ഓരോ മുറിവിലും ഹൃദയപൂർവ്വം ചുംബിച്ചുകൊണ്ട് അദ്ദേഹം അമ്മയ്ക്ക് ഈ പുസ്തകത്തിലുള്ള ഈ വരികൾ അമ്മ വായിക്കുമ്പോൾ അമ്മ എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇപ്പോഴും ഈ ലോകത്തില് എനിക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പനോട് തന്നെയാണെന്നാണ് ഞാൻ പറയുക. പക്ഷേ ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ ഞാനത് എൻ്റെ അമ്മയെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു അധ്യായം അല്ലെങ്കിൽ ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത്. എനിക്കിത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അമ്മയെക്കുറിച്ചും ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ട്. ഞാനിത് പറയുമ്പോഴെല്ലാം നിങ്ങളെല്ലാവരും ഓർത്തിട്ടുണ്ടാവുക നിങ്ങളുടെ അമ്മയെ കുറിച്ചിട്ടായിരിക്കുള്ളൂ. കാരണം നമ്മുടെ അമ്മമാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചൊലുത്തിയിട്ടുള്ള എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അമ്മ ചെയ്തു തന്ന കൊച്ചു കാര്യങ്ങളുടെ എല്ലാം ആ ഒരു ആകത്തുകയാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത്. അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന കൊച്ചു വാക്കുകളുടെ കൊച്ചു കാര്യങ്ങളുടെ ആകത്തുകയാണ് സ്നേഹം. അങ്ങനെ അമ്മയെ കുറിച്ചിട്ടുള്ള ഒരു അധ്യായമാണ് അതിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ വലിയ ഒരു ഇതായിട്ട് മാറിയിട്ടുള്ള അല്ലെങ്കിൽ വലിയ അദ്ദേഹത്തെ തന്നെ പിടിച്ചുയർത്താനായിട്ട് കാരണമായിട്ടുള്ള ആ ഒരു വീഡിയോ തന്നെയാണ് അത്. അദ്ദേഹത്തിന് ഈ റേഡിയോ മിർച്ചിയിലാണ് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ എന്താണ് സ്ട്രേറ്റ് ഫ്രം ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് റേഡിയോ മിർച്ചിയിൽ അദ്ദേഹത്തെ ഇപ്പോഴും വളരെ പ്രസിദ്ധനായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ വിളിച്ചതുപോലും ഈ വീഡിയോ കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ സ്വന്തം അമ്മയെ കുറിച്ചിട്ട്, അതുപോലെ 2 ജ്യേഷ്ഠന്മാരാണ്, 3 മക്കളാണ് ഇവർക്ക്. ജോസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. മോളി അമ്മ, 3 മക്കളാണ്. മൂന്നാമത്തെ ഇളയ മകനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസ്. ആദർശും അരുണാണ് 2 മക്കൾ. അരുണിനോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം. അരുണാണ് തൻ്റെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളിലും എന്തും പങ്കുവയ്ക്കുന്ന, ഇവനെ കൂടുതൽ മനസ്സിലാക്കുന്ന, അപ്പം കഴിഞ്ഞാൽ ഇവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളെന്ന നിലയിൽ അരുണിനെയാണ് എല്ലായിടത്തും അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിന്റെ ആദ്യ അധ്യായം എന്ന് പറയുന്നത് കുമ്പസാരമാണ്. കുമ്പസാരം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇതൊക്കെ ഒരു ഭാഗം കുമ്പസാരത്തെ കുറിച്ചിട്ട് ഇങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും. അപ്പൊ ഞാനിങ്ങനെ കടന്നുപോയി ആദ്യത്തെ കുമ്പസാരമൊക്കെ വായിച്ച് ഈ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തേക്ക് കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പുസ്തകം മുഴുവനും ഇത്തരത്തിലുള്ള കുമ്പസാരമാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അമ്മയെ കുറിച്ചിട്ടുള്ള അധ്യായം പോലും ഒരു കുമ്പസാരമാണ്. അമ്മയെ വേണ്ട പോലെ സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ അമ്മയെ വേണ്ട പോലെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അമ്മയെ കുറിച്ച് ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. അതിന് ശേഷം അമ്മയുടെ കണ്ണിലൂടെ അമ്മയെ നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ, അമ്മയുടെ പെർസ്പെക്റ്റീവിൽ അമ്മയെ നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഭാഗത്ത് ഒരുപാട് ശരികളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ അമ്മയോട് നടത്തുന്ന ഒരു കുമ്പസാരം പോലെയാണ് യഥാർത്ഥത്തിൽ ഇരട്ട ലജ്ജ എന്ന് പറയുന്ന ഈ അധ്യായം പറഞ്ഞു വയ്ക്കുന്നത്.
ഇരട്ടലജ്ജ എന്ന് പറയുന്ന ഈ ഒരു അധ്യായം പറഞ്ഞു വെക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കുംഭസാരം എന്ന് പറയുന്ന ഒരു ആദ്യ അധ്യായം. അതും ഒക്കെ വളരെ രസകരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കുംഭസാരത്തിലും അദ്ദേഹം ഗാന്ധിജിയുടെ മകന്റെ ഒരു വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ അധ്യായത്തിനെ ആരംഭിക്കുന്നത്. ഗാന്ധിജിയുടെ ഒരു മകൻ പറയുന്ന ഒരു വാക്കുകൾ ഇങ്ങനെയാണ്: വൺസ് ഫാമിലീസ് ട്രാജഡി വാസ് ദ പ്രൈസ് ഓഫ് എ നേഷൻസ് ഫ്രീഡം. ഒരാളുടെ കുടുംബത്തിന്റെ നഷ്ടമാണ് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വില എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുടുംബം വേണ്ട പോലെ ശ്രദ്ധിക്കാതെ പോയ, അതേസമയം നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗാന്ധിജിയുടെ മകൻ ഒരു ധൂർത്തപുത്രൻ എന്ന നിലയിൽ ഔട്ട്ലുക്കിൽ വന്ന ഒരു എന്താ പറയാ, ഒരു ചെറിയ ഒരു ആർട്ടിക്കിളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത്. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു കുംഭസാരത്തിനായിട്ട് ഒരുങ്ങുന്നത് ഇതുപോലുള്ള ഒരു കുറ്റബോധത്തിന്റെ ഒരു സാഹചര്യത്തിലാണ്. ചേട്ടൻ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട്, ബാക്കി എല്ലാവരും പറഞ്ഞു നാട്ടിലെവിടെയെങ്കിലും പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, രണ്ടാമത്തെ ജ്യേഷ്ഠൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് ബാംഗ്ലൂർ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തി വിടുന്നുണ്ട്. ബാംഗ്ലൂർക്ക് അദ്ദേഹത്തെ പഠിക്കാനായിട്ട് വിടുകയാണ്. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ അദ്ദേഹം ബികോമിന് ചേർന്നപ്പോൾ ഇവിടെ നിന്ന് 92% മാർക്കോടുകൂടെ +2 പാസ്സായിട്ട് പോയിട്ടുള്ളൊരു കുട്ടി ബാംഗ്ലൂർ പഠിക്കാനായിട്ട് ചേർന്നിരിക്കുകയാണ്. ബാംഗ്ലൂർ പഠിക്കാനായിട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യ സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നപ്പോൾ വളരെ മോശമായിപ്പോയി റിസൾട്ട്. പല വിഷയങ്ങൾക്കൊക്കെ തോറ്റുപോയി. അതിൻ്റെ ഒരു ദുഃഖമൊക്കെ പോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു, നീ പേടിക്കണ്ടടാ, എനിക്ക് നിന്നെ അറിയാം, ചേട്ടൻ എപ്പോഴും ഇവന് സപ്പോർട്ടാണ്. അച്ഛനെ പോലെ തന്നെ ഇവന് ഏറ്റവും അധികം സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ്. ഇതൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ കടന്നു വന്നിട്ടുള്ള വഴികളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോൾ നീ പേടിക്കണ്ട, നീ അടുത്ത സെമസ്റ്ററിൽ നീ പൊളിക്കൂലേ, അതുകൊണ്ട് നീ അടുത്ത സെമസ്റ്റർ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. രണ്ടാമത്തെ സെമസ്റ്ററിലേക്ക് ഒരാഴ്ച മുൻപാണ് കുറ്റബോധം കൊണ്ട് ഒന്നും പഠിച്ചിട്ടില്ല, കുറ്റബോധം പേറിക്കൊണ്ട് അദ്ദേഹം ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് കുമ്പസാരിക്കണം എന്നുള്ളതിൽ ബാംഗ്ലൂരിലുള്ള ധർമാരം ആശ്രമത്തിൽ, അച്ഛന്മാരൊക്കെ ഉള്ള ഒരു ആശ്രമത്തിൽ കുമ്പസാരിക്കാനായിട്ട് ഒരു നട്ടുച്ചയ്ക്ക് ചെല്ലുകയാണ്. നട്ടുച്ചയ്ക്ക് കുമ്പസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ അവിടെ വെച്ച് കുമ്പസാരിക്കാനുള്ള അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് കുമ്പസാരിക്കാനായിട്ട് നട്ടുച്ചയ്ക്ക് അച്ഛനെ അന്വേഷിക്കുമ്പോൾ അവിടെയുള്ള ഈ സെക്യൂരിറ്റി പറയുന്നുണ്ട്, ഈ നട്ടുച്ചയ്ക്ക് ആരാണ് കുമ്പസാരിപ്പിക്കാന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാളുണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അച്ഛൻ വന്നിട്ട് കുമ്പസാരിപ്പിക്കാനായിട്ട് വരുന്ന ഒരു സന്ദർഭമുണ്ട്. ചെറുപ്പക്കാരനായിട്ടുള്ള ഈ അച്ഛൻ വന്നിട്ട് കുമ്പസാരിക്കണോ അല്ലേ? അതെ, ആ ശരി, എങ്ങനെയാണ് നിനക്ക് കുമ്പസാരക്കൂട്ടിൽ കയറിയിരുന്ന് തന്നെ കുമ്പസാരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? മുട്ടുകുത്തി നിന്നൊക്കെ കുമ്പസാരിക്കണമെന്നുണ്ടോ? അപ്പോൾ ഇവന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, ഇതിപ്പോ എന്താണ് ഒരു യോയോ കുമ്പസാരത്തിന് തയ്യാറായിട്ടുള്ള ഒരു യുവ വൈദികനാണല്ലോ കടന്നു വന്നിരിക്കുക എന്നുള്ള ഒരു ചിന്തയൊക്കെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ വാ, നമുക്ക് ഇവിടെ ഇരുന്ന് കുമ്പസാരിക്കാം എന്ന് പറഞ്ഞു. നീ ഒരുങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ വിചാരിച്ചു ഇവിടെ ഇരുന്നു, അതെ, മുഖത്തോട് മുഖം നോക്കിയിട്ട് നമുക്ക് കുമ്പസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോ ഇവനും തോന്നി, അന്ന് ഏതായാലും ഇവിടെ ബാംഗ്ലൂരല്ലേ, വേറെ ആരും കേൾക്കാനൊന്നുമില്ല, നട്ടുച്ചയായതുകൊണ്ട് വേറെ ആരും കേൾക്കുകയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഓക്കെ, ഒരു പുതിയ വെറൈറ്റി കുമ്പസാരം നടത്തി കളയാമെന്നുള്ള നിലയിൽ അദ്ദേഹം കുമ്പസാരിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. കുമ്പസാരിക്കാനായിട്ട് വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, എനിക്കിത് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇത് ഞാൻ ചെയ്യുന്നത് പാപമാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ എന്താ നിന്റെ പേര്? ജോസഫ് എന്നാണ് പേര്. ഓക്കെ, എന്താ ജോസഫ്, നിന്റെ പ്രശ്നം എന്താണ്? പാപമാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം, നീ നിന്റെ കാര്യം പറയുന്നു. അങ്ങനെ ജോസഫ് തന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിങ്ങനെ +2 92% മാർക്കോടുകൂടെ പാസ്സായി. എൻ്റെ ജ്യേഷ്ഠൻ ഒരുപാട് പൈസയൊക്കെ മുടക്കി എന്നെ നിർബന്ധിച്ച് വീട്ടുകാരുടെ ഒക്കെ എതിർപ്പിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്നെ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടു. ഞാൻ നല്ലൊരു റിസൾട്ടിൽ പാസ്സാവാൻ വേണ്ടിക്കൊണ്ട് ഫുൾ സപ്പോർട്ട് തന്ന് പൈസയൊക്കെ തന്നുകൊണ്ട് ചേട്ടൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യത്തെ സെമസ്റ്റർ ആകെ പൊട്ടി തകർന്നു. രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷ ഒരാഴ്ചയാണ്. അടുത്ത സെമസ്റ്ററിൽ ഞാൻ തകർക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ചേട്ടനോട് തീരെ നീതി പുലർത്താനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിന്റെ കുറ്റബോധമാണ്, ഇത് പാപമാണോ എന്നൊന്നും എനിക്കറിയില്ല, ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോസഫേ, ഇത് പാപമല്ല, ഇത് പാപത്തേക്കാൾ വലിയൊരു സാധനമാണ്. ഇത് പാപത്തേക്കാൾ വലിയ ഒരു സാധനമാണ്. കാരണം നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മടിയാണ്. അതുകൊണ്ട് നീ മടി മാറ്റണം. അപ്പൊ ഇങ്ങനെ കുമ്പസാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, കുമ്പസാരം കഴിയുമ്പോൾ അച്ഛൻ ചില പ്രാശ്ചിത്തങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ വളരെ രസകരമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നതാണ്. അച്ഛൻ പറഞ്ഞു, നീ ഈ പറയുമ്പോൾ ഞാനിത് കേൾക്കുന്ന ആളെന്ന നിലയിൽ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലാണ് ഞാനിപ്പോൾ
ഒരു പരസ്പരം കുമ്പസാരിക്കുന്ന പോലെയാണ് കേട്ടോ. ഇതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലാണ് ഞാനിപ്പോൾ. കാരണം എനിക്ക് അടുത്ത ആഴ്ചയിൽ ഒരു പേപ്പർ, ഞാൻ ഇവിടെ MA ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് ഇംഗ്ലീഷിൽ. അടുത്ത ആഴ്ചയിൽ എനിക്കൊരു പേപ്പർ അവതരിപ്പിക്കാനുണ്ട്. സത്യത്തിൽ ഞാനും ഒരു വരി പോലും ആ പേപ്പർ അവതരിപ്പിക്കേണ്ടത് എഴുതിയിട്ടില്ല. അതുകൊണ്ട് ബൈബിളിൽ ഒരു കഥയുണ്ട്. ബൈബിളിൽ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് വന്ന കർഷകരുടെ ഒരു കഥയുണ്ട്. ഈ ജോലിക്കായിട്ട് അവിടുത്തെ ഓണർ ഇങ്ങനെ വിളിക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം ജോലിക്ക് വന്നവരോട് കൂലിയൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ട് അവർ ജോലിക്ക് കയറി. അത് കഴിഞ്ഞിട്ട് 9-ാം മണിക്കൂറിൽ കുറച്ച് ആൾക്കാർ ജോലിക്ക് വന്നു, അവരും ജോലിക്ക് കയറി. 6-ാം മണിക്കൂറിലും കുറച്ച് പേര് ജോലിക്ക് വന്നു, അവർക്കും ജോലി ചെയ്യാനായിട്ടുള്ള അവസരം കൊടുത്തു. ഏറ്റവും ഒടുവിൽ 3-ാം മണിക്കൂറും കുറച്ച് പേര് ജോലിക്ക് വന്ന് അവർക്കും കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ജോലിക്ക് കയറിയവർ കൂടുതൽ കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഈ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓണർ, ബൈബിളിലുള്ള ഈ കഥയിൽ ഈ ഓണർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ കൂലി കൊടുത്തു. എല്ലാവർക്കും ഒരേപോലെ കൂലി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഏറ്റവും ആദ്യം ജോലി ചെയ്ത ആളുകൾ മുറുമുറുത്ത്, ഞങ്ങളല്ലേ കൂടുതൽ ജോലി ചെയ്തത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്നുള്ളൊരു മുറുമുറുപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൈസ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവണ്ണം കൊടുക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ കൂലി തന്നിട്ടുണ്ടല്ലോ, ഞാൻ നീതികേടൊന്നും നിങ്ങളോട് കാണിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ കൂലി എത്രയാണോ അത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞുറപ്പിച്ച കൂലി തന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ജോലിക്ക് വന്നവർക്ക് കൂടുതൽ കൊടുക്കണം എന്നുള്ളത് അത് എൻ്റെ ഇഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ട് ജോസഫെ, നമുക്ക് ആ വാക്കുകൾ വിശ്വസിക്കാം. നമ്മൾ ഇതിൽ ഏറ്റവും ഒടുവിൽ ജോലിക്ക് വന്ന ആളുകളാണ് നമ്മൾ രണ്ടാളും. നമുക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. ഒരാഴ്ചത്തെ സമയമുണ്ട്. ഈ ഒരാഴ്ച സമയത്തിൽ 2 തീരുമാനങ്ങൾ എടുക്കാം. 1 മിനിറ്റ് പോലും അനാവശ്യമായിട്ട് കളയില്ല. നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഒരു തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളും കുടിക്കരുത്. വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ജ്യൂസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുടിക്കാം. അതുകൊണ്ട് നീ ഒരു സോഫ്റ്റ് ഡ്രിങ്കും കുടിക്കാതെ കൊക്കക്കോള, പെപ്സി ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നീ ഇത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ മാക്സിമം സമയം പഠിക്കണം. അങ്ങനെ ആ ഒരു തീരുമാനത്തോടു കൂടെ, വലിയ ഊർജ്ജത്തോടു കൂടെ അദ്ദേഹം തൻ്റെ കുമ്പസാരമൊക്കെ അവസാനിപ്പിച്ചിട്ട് ബാംഗ്ലൂർ ധർമാരം ആശ്രമത്തിൽ നിന്ന് പടിയിറങ്ങി നേരെ പോയിട്ട് ആത്മാർത്ഥമായിട്ടൊരു ശ്രമം നടത്തുകയാണ്. ക്യാരറ്റ് ജ്യൂസും ഫ്രൂട്ട് ജ്യൂസസ് മാത്രമാക്കി പെപ്സിയും കൊക്കക്കോളയൊക്കെ ഉപേക്ഷിച്ചിട്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരാഴ്ച പരീക്ഷയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. റിസൾട്ടിൽ അദ്ദേഹത്തിന് ഡിസ്റ്റിങ്ഷനോടുകൂടി അദ്ദേഹം പാസ്സാവുകയാണ്. ജോസഫ് പന്നംകുട്ടി ജോസ് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവുകയാണ്. ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി ചേട്ടനെ വിളിച്ച് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു, എടാ നീ പൊളിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അതുകൊണ്ട് എനിക്ക് ഒരു സംശയമില്ല, നീ പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, അയ്യോ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ നടത്തിയില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ, പെട്ടെന്നൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് അദ്ദേഹം അച്ഛൻ്റെ പേരും ഓർമ്മയില്ല, പേരും ചോദിച്ചിട്ടില്ല. കുമ്പസാരിപ്പിക്കാൻ വന്ന അച്ഛൻ്റെ പേര് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം കുമ്പസാരിക്കുന്ന അച്ഛന്മാരെല്ലാവരും പിന്നീട് കാണേണ്ടതില്ല എന്നുള്ള ഒരു മട്ടിലാണ് നമ്മളെല്ലാവരും പറഞ്ഞോട്. അപ്പൊ അതുകൊണ്ട് കുമ്പസാരിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം കുമ്പസാരിക്കുന്ന അച്ഛൻ്റെ പേര് ചോദിച്ചില്ലല്ലോ എന്നൊരു ഓർമ്മയിൽ അദ്ദേഹം ധർമാരം ആശ്രമത്തിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. ധർമാരം ആശ്രമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ സെക്യൂരിറ്റിക്കാരനെ കണ്ട്, ചേട്ടാ ഞാൻ കഴിഞ്ഞ ഒരു 3 മാസം മുൻപ് ഇവിടെ കുമ്പസാരിക്കാനായിട്ട് വന്നിരുന്നു, അവിടെ എന്നെ കുമ്പസാരിപ്പിച്ച ഒരു അച്ഛനുണ്ട്, ഒരു ചെറുപ്പക്കാരൻ അച്ഛനാണെന്നൊക്കെ പറയുമ്പോൾ അയാൾ കൈമലർത്തി. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ആരാ ഓർത്തിരിക്കുന്നത്, ഇവിടെ ഇപ്പൊ അവിടെയൊക്കെ അച്ഛന്മാരൊക്കെ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ കയറി പള്ളിയിലൊക്കെ കയറി ദൈവത്തോടും അച്ഛൻ്റെ പേര് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്താമായിരുന്നല്ലോ എന്നുള്ളൊരു മനോവിഷമത്തോടുകൂടി ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഗ്രൗണ്ടിൽ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിൽ അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പഴയ കുമ്പസാരിപ്പിച്ച അച്ഛനെ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു, അച്ഛൻ വേഗം കളിയൊരു നിമിഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ജോസഫ് എന്നൊന്നും വിളിക്കുന്നില്ല, അച്ഛൻ ഞാനിവിടെ വന്നിരുന്നു, ജോസഫ് എന്നാണ് പേര്. എനിക്ക് ഓർമ്മയുണ്ട്, പറയൂ എന്താ ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, താങ്ക് യു പറയാൻ വേണ്ടി വന്നതാണ് അച്ഛ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗ്രൗണ്ടിലുള്ളവർ അച്ഛനെ തിരിച്ചു വിളിക്കുന്നുണ്ട് കളിക്കാനായിട്ട്. അച്ഛൻ വേഗം ഓടിപ്പോവാൻ നിൽക്കുന്ന സമയത്ത് ജോസഫ് പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, അച്ഛൻ്റെ പേപ്പറിന്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചു. അത് 8 നിലയിൽ പൊട്ടി ജോസഫേ, അത് 8 നിലയിൽ പൊട്ടിപ്പോയി. ഞാനത് ഫെയിൽഡായി, എനിക്ക് ഇനി 1 തുടങ്ങണം. ഓക്കെ, നമുക്ക് പിന്നെ കാണാം. അങ്ങനെ വീണ്ടും ജോസഫ് തിരിച്ചിറങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ ജോസഫ് വീണ്ടും ഓർക്കുകയാണ്, അയ്യോ ഞാൻ അച്ഛൻ്റെ പേര് ചോദിക്കാനായിട്ട് മറന്നുപോയല്ലോ. അങ്ങനെ പേരില്ലാത്ത ഒരു അച്ഛൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ വിജയത്തിന് കാരണക്കാരനായിട്ട് മാറിയ ഒരു വൈദികനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതൊക്കെ നമ്മുടെ ഈ ട്രെയിനർമാർക്ക് മുഴുവൻ പ്രചോദനമായിട്ടുള്ള ഒരു കാര്യമാണ്.
ഇമ്മള് ജയിക്കാത്തടത്ത്, അതായത് നമ്മുടെ പ്രാഞ്ചേട്ട സിനിമയിലെ മമ്മൂട്ടി പോളി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ 10ാം ക്ലാസ് ജയിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയൊരു ശ്രമമുണ്ട്. അപ്പോൾ അതിൽ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗാണ്, ഇമ്മള് ജയിക്കാത്തടത്ത് വേറൊരാൾ ജയിക്കാൻ നമ്മൾ കാരണമാകുന്നത് നമ്മുടെ വിജയം തന്നെയാണ്. ഇവിടെ നമ്മളൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഒരു വാക്കുകൊണ്ടും നമ്മുടെ ഒരു പ്രോത്സാഹനം കൊണ്ടും നമ്മുടെ ഒരു ഉന്തുകൊണ്ടും ഒരു തള്ളുകൊണ്ടും ഒക്കെ പല ആളുകളെയും ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴികളിലേക്കൊക്കെ പറഞ്ഞു വിടുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ ചിലടത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ സ്പർശിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ വഴി കാട്ടി കൊടുത്തിട്ടുള്ള ചില വിദ്യാർത്ഥികളാവാം, ചിലപ്പോൾ നമ്മൾ കൗൺസിലിംഗ് നടത്തിയ ചില ആളുകളാവാം, ചിലപ്പോൾ നമ്മൾ ട്രെയിനിങ് നടത്തിയിട്ടുള്ള നമ്മുടെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ഒരു പാർട്ടിസിപ്പൻ്റ് ആവാം, ചിലപ്പോൾ നമ്മുടെ തന്നെ സുഹൃത്ത് വലയങ്ങളിലുള്ള ആരെങ്കിലും ആവാം. എന്തെങ്കിലും ആട്ടെ, ഇത്തരത്തിലുള്ള ചില ഇടപെടലുകളൊക്കെ നമ്മളും നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പോലെയായി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ ഒരു രണ്ടാമത്തെ ഒരു കുമ്പസാരം എന്ന് പറയുന്ന ഈ ഒരു ആദ്യ ഇത് തന്നെയാണ്. ഈ ഒരു കുമ്പസാരമാണ് യഥാർത്ഥത്തിൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഏത് അധ്യായത്തിലേക്കൊക്കെ പോയി നോക്കി കഴിഞ്ഞാലും ഈ 23 ഭാഗങ്ങളിലൊക്കെ നോക്കുമ്പോൾ അതിൽ ഏതാണ്ട് ഒരു 20ഓളം ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കുമ്പസാരത്തെ കുറിച്ചിട്ടൊക്കെ സൂചിപ്പിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം ഒരു 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 ഫെമിനിറ്റി ഇതിലൊക്കെ എപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്ന സ്ത്രീകളെയൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, സ്ത്രീകളുമായിട്ടൊക്കെ ഇടപെടുമ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഫെമിനിസത്തിനെ വേണ്ടി കൊണ്ടൊക്കെ വാദിക്കുന്ന പെണ്ണുങ്ങളോടൊക്കെയുള്ള നമ്മുടെയൊക്കെയുള്ള ഒരു പൊതു മനോഭാവത്തെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒന്ന് പഠിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫെമിനിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണത്. RJ നിൽജ, ഒരു റേഡിയോ മിർച്ചിയിലെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ അവര് ഒരിക്കൽ ട്രെയിനിലിരിക്കുന്ന സമയത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ ഇങ്ങനെ നീങ്ങി തുടങ്ങുമ്പോൾ ഒരു വിൻഡോ സീറ്റിൽ അവർ ഇരിക്കുമ്പോൾ ആ വിൻഡോ സീറ്റിൽ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരാൾ അവരെ കടന്നു പിടിക്കുന്നുണ്ട്. അവരെ കടന്നു പിടിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് മനസാന്നിധ്യം ഇടാതെ ചാടി എഴുന്നേറ്റ് ചങ്ങല വലിച്ച് ആ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി അലറി വിളിച്ച് അവന്റെ പിറകെ ഓടി ആളുകളുടെ സഹായത്തോടു കൂടി അവനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച ഒരു സന്ദർഭം വിവരിച്ചു കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. ജോസഫ് അന്നംകുടി ഒരു വീഡിയോ ചെയ്തു. ഇതൊന്ന് പോപ്പുലർ ആക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കമന്റ് വന്നു. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: അലറിയിട്ടൊന്നും കാര്യമില്ല, അത് കേൾക്കാൻ ചെവിയും പ്രതികരിക്കാൻ മനസ്സുമുള്ളവർ അടുത്തു വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു വീഡിയോ വന്നു. അങ്ങനെ ആ വീഡിയോന്റെ താഴെ, ഞാൻ ആരാണെന്നൊന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അതിന്റെ താഴെ അവളുടെ ഒരു ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു ചാറ്റ് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഒരു നല്ല കുടുംബത്തിലുള്ള 2 പേരാണ്. പക്ഷെ ആ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ വലിപ്പം കൊണ്ടൊക്കെയാണെന്ന് അറിഞ്ഞൂടെ, അവർ തമ്മിൽ അത്ര യോജിപ്പല്ലായിരുന്നു. പല കാര്യങ്ങളും നഷ്ടമായിപ്പോയി കുടുംബത്തിൽ. അച്ഛനും അമ്മയും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് നയിക്കുന്നു. പലപ്പോഴും അച്ഛൻ്റെ ഒപ്പം പോകുമ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ ഒപ്പം പോകുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളതൊക്കെ ഇങ്ങനെ വിതർക്കങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതിനെ കുറിച്ചൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ഓഫീസിലെ ഒരു സഹപ്രവർത്തകന്റെ മകളുടെ ബർത്ത്ഡേക്ക് പോയ അനുഭവമാണ് ഈ കുട്ടി പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഈ അച്ഛൻ്റെ സഹപ്രവർത്തകന്റെ മകളുടെ ബർത്ത്ഡേക്ക് ചെല്ലുമ്പോഴത്തേനും അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് അച്ഛൻ പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ പെൺകുട്ടി അമ്മയുടെ കൂടെ അനുവാദത്തോടു കൂടെയൊക്കെ പോവുകയാണ്. പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അവിടെയുള്ള ബാക്കിയുള്ള ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, ഇതുപോലെ സഹപ്രവർത്തകരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട്, നീ അവരോടൊക്കെ കൂടെ പോയിട്ട് കളിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അച്ഛൻ്റെ കൈ തൂങ്ങി പിടിച്ച് തന്നെ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ നമുക്ക് മുകളിലോട്ട് പോകാം, മുകളിൽ പോയിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദ്യപാനത്തിന് വേണ്ടി കൊണ്ടൊക്കെ ക്ഷണിക്കുമ്പോൾ അച്ഛൻ ഇവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം, ഞാൻ അച്ഛൻ കുടിക്കില്ല, നീ ഇവിടെ നീ ഇവിടെ കൂട്ടുകാരോടൊപ്പം ഇവിടെ നിൽക്കൂ, ഞാനിപ്പോൾ തന്നെ പെട്ടെന്ന് വരാം, 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഈ മകൾ പോവുകയാണ്, അച്ഛൻ പോവുകയാണ്. മനസ്സോടെ അച്ഛൻ കൈവിട്ട് അവൾ അല്പനേരമൊക്കെ അവിടെ ഇരുന്നു. ഒറ്റപ്പെടൽ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു മുറിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വലിയ സംഗീതവും പാട്ടുമൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു ബർത്ത്ഡേ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവള് ഒറ്റയ്ക്ക് മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, മുറിയിൽ ലൈറ്റൊന്നും ഇല്ലാതെ ആ മുറിയിൽ ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ ആ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ഈ വാതിൽ തുറന്നുകൊണ്ട് കടന്നു വന്ന മനുഷ്യൻ പതുക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന്, അയ്യോ മോൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു അതെ. അപ്പോൾ അദ്ദേഹം വേഗം ലൈറ്റ് ഓഫ് ചെയ്ത് അങ്കിൾ ഈ ടോയ്ലറ്റ് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ടോയ്ലറ്റിൽ കയറി തിരിച്ചു വന്ന് നഗ്നനായി വന്ന് ഈ കുട്ടിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ഈ കുട്ടിയുടെ ശരീരത്തിലൊക്കെ സ്പർശിക്കാൻ തുടങ്ങുമ്പോൾ ഇവള് ഒച്ച വയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഒച്ച വയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും അദ്ദേഹം വേഗം വാതിലടച്ചിട്ട് പറഞ്ഞു നിന്റെ അച്ഛൻ്റെ ജോലി കളയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നീ ഇത് പുറത്താരോടും പറയരുതെന്നൊക്കെ പറഞ്ഞു താക്കീതൊക്കെ കൊടുത്തുകൊണ്ട് അദ്ദേഹം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ശരീരമാസകലം ചോരയും ഒക്കെ ആയിട്ട് ഈ കുട്ടി നിൽക്കുമ്പോൾ ഈ കുട്ടി വേഗം മേത്തുള്ള പറ്റിയിട്ടുള്ള ചോര കാണുന്ന ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ശരിയാക്കിക്കൊണ്ട് പെട്ടെന്ന് അച്ഛനെ അന്വേഷിച്ച് മുകളിലേക്ക് ചെല്ലുമ്പോൾ കുടിച്ച് ആകെ ബോധമില്ലാത്ത അവസ്ഥയിൽ അച്ഛൻ ഇവളെ നോക്കിക്കൊണ്ട് ചിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കിയുള്ള കുറേ പേരൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇവളിങ്ങനെ കയറി വരുമ്പോൾ അച്ഛൻ ഇവിടെ കണ്ടു. അച്ഛനോട് ചോദിച്ചു താക്കോല് തരൂ, വണ്ടിയുടെ താക്കോല് തരൂ. അപ്പം അച്ഛന് നടന്നു വരാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നുമല്ല. അപ്പോൾ ഇവളുടെ വീട്ടിലെ അച്ഛൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് ഇവളിങ്ങനെ വീടിന് ചുറ്റും വണ്ടി ഓടിക്കുമായിരുന്നു. വീടിന് ചുറ്റും പുറത്തൊന്നും ഇതുവരെ ഓടിച്ചിട്ടില്ല. ഇവൾ അച്ഛൻ്റെ ഈ താക്കോൽ എടുക്കുമ്പോൾ ഇവൾക്ക് ഇത് ഓടിക്കാൻ പറ്റുമോ എന്ന് പോലും മനസ്സിലാക്കാതെ അച്ഛൻ ഇവൾക്ക് താക്കോൽ എടുത്ത് വെച്ച് നീട്ടുന്നുണ്ട്. ഈ താക്കോൽ വെച്ച് നീട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഇവൾ ഈ താക്കോൽ മേടിച്ചുകൊണ്ട് അച്ഛൻ്റെ സ്കൂട്ടർ ഇതുവരെ പുറത്തോടിക്കാത്ത ആ സ്കൂട്ടർ എടുത്തിട്ട് അവൾ ഓടിച്ചിട്ട് ഈ ബർത്ത്ഡേ നടക്കുന്ന ആഘോഷത്തിന്റെ തൊട്ട് അധികം ദൂരെയല്ലാത്ത തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് അവൾ വണ്ടി ഓടിച്ചു പോവുകയാണ്. അമ്മയുടെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേനും അവള് ഈ വണ്ടി അധികം പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെന്ന് അവിടെ ഒരു ചെടിച്ചട്ടിയിൽ ഇടിച്ച് ഇവള് മറിഞ്ഞു വീണ് അങ്ങോട്ട് ചെല്ലുകയാണ്. ഇവള് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത് കണ്ട് തലയിൽ കൈവച്ചുകൊണ്ട് അമ്മൂമ്മയും അമ്മാവനൊക്കെ ഓടി വന്നിട്ട് വീണപ്പോൾ പറ്റിയ പരിക്കാണ് മേത്ത് കാണുന്ന ചോര എന്നൊരു ബോധ്യത്തോടു കൂടെ അവളെ ഇങ്ങനെ മോള് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അവള് ഒരു വിവരവും ആരോടും പറയാനായിട്ട് നിന്നില്ല. നാളുകൾ കഴിഞ്ഞു. പെൺകുട്ടി വളർന്നു. അമ്മയും അച്ഛനും വേർപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവള് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയുടെ ഒരു ആശ്വാസവാക്കും അമ്മ അവളെ കരാട്ടെ പഠിപ്പിച്ചു, അതുപോലെ തന്നെ ഇങ്ങനെ ഡാൻസ് പഠിപ്പിച്ചു. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ എല്ലാം തന്നെ ഇങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വാശി അവളിലേക്ക് കയറ്റിക്കൊണ്ട് അവളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെ പറഞ്ഞു മനുഷ്യരൊക്കെ ഫെമിനിസ്റ്റുകളായിട്ട് മാറുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ്. ഒരു അവൾക്ക് ഒരു മുറിവേറ്റൊരു പെണ്ണ് സ്വാഭാവികമായിട്ടും അവര് ഫെമിനിസത്തിലേക്കൊക്കെ പോകും. അത് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലാതാവുമ്പോൾ അവര് അത്തരത്തിലായിപ്പോകുന്നതാണെന്നുള്ളൊരു വിലയിരുത്തലൊക്കെ അദ്ദേഹം നടത്തുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് 2018 നോബൽ സമ്മാനം നേടിയ നദിയ മുറാഡ് ദ ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചും അതുപോലെ തന്നെ CNN ഹീറോസിൻ അനുരാധ കൊയ്രാളയെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് അവസാനത്തെ വരികൾ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. വാട്ട് ഇഫ് യു ആർ ദ നെക്സ്റ്റ്? ഇനി നിങ്ങളാണ് എങ്കിൽ തുറന്ന് സംസാരിക്കാനായിട്ട് അടുപ്പവും ഹൃദയവിശാലയും ഉള്ള ഒരു അച്ഛനും അമ്മയും ഇല്ലാതെ പോകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ നമ്മളുടെ പാരന്റിങ്ങിലൊക്കെ നമ്മൾ എപ്പോഴും ആവേശത്തോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം അദ്ദേഹം അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ അവസാനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തുറന്ന് സംസാരിക്കാൻ മാത്രം അടുപ്പവും ഹൃദയ വിശാലതയുമുള്ള അച്ഛൻ അമ്മമാരുടെ ദൗർലഭ്യമാണ് യഥാർത്ഥത്തിൽ ചില കുട്ടികളുടെ ഈ ഒരു ബുദ്ധിമുട്ടിന് കാരണം എന്നൊക്കെ പറയുകയാണ്. അവിടെയാണ് അദ്ദേഹം തൻ്റെ പിതാവിനെ കൂടി ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 6 ലക്ഷം രൂപ മുടക്കി MBA പഠിച്ച് കണക്കിൽ തോറ്റ് 8 നിലയിൽ പൊട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശാപവാക്കുകളൊക്കെ പ്രതീക്ഷിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ 4 വാക്കുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ 4 വാക്കുകൾ ഇങ്ങനെയായിരുന്നു. സാരമില്ല, നമുക്ക് വീണ്ടും ശ്രമിക്കാം. മാവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു മസാല ദോശ വാങ്ങിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സാരമില്ല, നമുക്ക് വീണ്ടും ശ്രമിക്കാം. ഈ 4 അതുകൊണ്ടാണ് അച്ഛനോടുള്ള അപ്പൊ ഇതുപോലുള്ള ഹൃദയ വിശാലതയുള്ള അച്ഛനമ്മമാര് വേണം മക്കളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും നേരിടാനായിട്ട് വേണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൊക്കെ നടത്തിക്കൊണ്ടാണ് ഫെമിനിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി കടന്നു പോകുന്നത്. എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് കാവൽക്കാരൻ എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നു ഒട്ടും ഒരു സമന്മാരല്ല എന്ന് നമ്മൾ കരുതുന്ന പല ആളുകളുടെയും ജീവിതം അവര് നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവര് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില വലിയ കാര്യങ്ങളുണ്ട്. അവരെക്കാട്ടിലും എത്രയോ ചെറിയവരാണ് എന്ന് നാം എന്ന് സ്വയം തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ. ഒരു ഞായറാഴ്ച അദ്ദേഹത്തിന്റെ റേഡിയോ മിർച്ചിയിലേക്ക് സിനിമാ നടൻ അജു വർഗീസ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വരികയാണ്.
സിനിമാ നടൻ അജു വർഗീസാണ്. അദ്ദേഹമല്ല അന്ന് പോകേണ്ടത്. അപ്പൊ ഇതിന്റെ ഈ പ്രോഗ്രാം കോർഡിനേറ്റർ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ജോസഫ് നീ ഒന്ന് പോകാമോ എന്നൊക്കെ അദ്ദേഹത്തോട് വിളിച്ച് ചോദിച്ചിട്ട് ഒരു ഞായറാഴ്ചത്തെ ആലസ്യവും അതുപോലെ സന്തോഷവും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് മടിയാണ്. എങ്കിലും അദ്ദേഹം അവസാനം സമ്മതിച്ചുകൊണ്ട് പോവുകയാണ്. അജു വർഗീസ് അല്ലേ, ഒരു സിനിമാ നടനായിട്ട് ഒരു സന്ദർഭം. അപ്പോൾ അങ്ങനെ ചെന്ന് മനസ്സില്ലാ മനസ്സോടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കയറി പോകുമ്പോൾ അദ്ദേഹം അവിടുത്തെ നമ്മുടെ സെക്യൂരിറ്റി സുനിലേട്ടനെ കണ്ടൊരു ഹായും പറഞ്ഞുകൊണ്ട് അങ്ങനെ കയറി പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അജു വർഗീസ് വന്നു. അജു വർഗീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അജു വർഗീസ് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യ, ആദ്യത്തെ വാചകങ്ങൾ ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ നിങ്ങളുടെ ഒരു ഫാനാണ്. അങ്ങനെ അവള് നിങ്ങളുടെ വീഡിയോസ് ചിലതെല്ലാം എന്നെ കാണിച്ചു തരാറുണ്ട്. ആ വീഡിയോസ് എല്ലാം ചിലത് കാണുമ്പോൾ എനിക്ക് നിങ്ങൾ നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത് എന്നൊക്കെ തോന്നാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ സംഭാഷണമൊക്കെ തുടങ്ങി. വളരെ മൂഡിൽ നല്ലൊരു ഇന്റർവ്യൂ എല്ലാം നടത്തി ഗംഭീരമായിട്ട് അതിന്റെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് അജു വർഗീസിനെ യാത്രയാക്കിക്കൊണ്ട് പോരാൻ നേരത്ത് പുറത്തിറങ്ങുമ്പോൾ നേരത്തെ കണ്ട കാവൽക്കാരൻ സുല്ലേട്ടൻ പറഞ്ഞു, എനിക്ക് അജു വർഗീസിന്റെ ഒപ്പം ഒരു സെൽഫി എടുക്കാനായിട്ടൊന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് സംഘടിപ്പിച്ചു തരുമെന്ന് വെച്ചു. അപ്പോൾ ഇത് കേട്ട അജു വർഗീസ് പറഞ്ഞു, അതിനെന്താ, ഒന്നല്ല എത്ര വേണമെങ്കിലും എടുത്തു എന്ന് പറഞ്ഞിട്ട് വേഗം അജു വർഗീസ് നിന്നു. ഒപ്പൊക്കെ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അജു വർഗീസിന് ഇദ്ദേഹം യാത്രയാക്കി തിരിച്ചു വന്നപ്പോൾ ഈ സുനിലേട്ടന്റെ മുഖത്ത് കാണുന്ന വലിയ സന്തോഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. സുനിലേട്ടൻ ഏതാണ്ട് സ്വർഗം വെട്ടിപ്പിടിച്ച ആവേശത്തോടുകൂടി സംസാരിച്ചു. സുനിലേട്ടൻ പറഞ്ഞു, സാറേ സാറിനോട് ഞാനൊരു ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു, കാപ്പി എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴാണ് സുനിലേട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ, ഇത്രയും ആയിട്ട് ഞായറാഴ്ചയാണ്, വേറെ ആരുമില്ല. പ്രോഗ്രാമെല്ലാം ഈ പറയുന്ന ഇന്റർവ്യൂവും കഴിഞ്ഞ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുനിലേട്ടനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സുനിലേട്ടൻ എങ്ങനെയാണ് സെക്യൂരിറ്റിക്കാരനായത്? അപ്പൊ സുനിലേട്ടന്റെ കഥ പറയുകയാണ്. സുനിലേട്ടന്റെ കഥ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട, വായിച്ചിരിക്കേണ്ട ഒരു കഥ തന്നെയാണ്. സുനിലേട്ടൻ പറഞ്ഞു, ഞാന് വിവാഹം കഴിഞ്ഞ ഒരാളാണ്, ഒരു തോട്ടം തൊഴിലാളിയുടെ മകനാണ്. അങ്ങനെ ഒരു തോട്ടം തൊഴിലാളിയുടെ മകനായിട്ട് ഞങ്ങള് പിന്നെ വളരെ ദരിദ്രമാണ് കുടുംബത്തിൽ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നായനാർ സർക്കാർ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് ഉച്ചക്കഞ്ഞിയും പയറും കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു. അതോടുകൂടി ഞാൻ കമ്മ്യൂണിസ്റ്റായി. കാരണം വിശപ്പ് ഉള്ളവന്റെ മുൻപിൽ അന്നം വെച്ച് നീട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ അതിനുവേണ്ടി മരിക്കും. ആരാണ് അത് തരുന്നത്, അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവും. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഒരു കമ്മ്യൂണിസ്റ്റായി. ഞാൻ എൻ്റെ നാട്ടിൽ ആരംഭിച്ച SFI യൂണിറ്റിന്റെ ഒരു അംഗമായിട്ട് മാറി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ SFIയുടെ വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ സെക്രട്ടറി ആയി. അങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെക്കാൾ വലുതായിട്ട് കണ്ട് അതിനുവേണ്ടി പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയാണ്. പാർട്ടി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറി. അങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, വീട് വെച്ച് കൊടുക്കൽ, രക്തദാനം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ആള് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പാർട്ടിയിലൊരു മെമ്പർ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഒരു പാർട്ടി അംഗം അദ്ദേഹത്തിന് ഒരു കിഡ്നി വേണം. ഒന്നും ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഞാൻ റെഡിയാണ്, കാരണം പാർട്ടി അംഗമാണെങ്കിൽ എന്തും ചെയ്യും. അതുപോലത്തെ ഒരു മനസ്സിൽ അദ്ദേഹം വരികയാണ്. അതിനിടയിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, 2 കുട്ടികളുടെ അച്ഛനൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്, വാർക്കപ്പണിക്കാരനാണ്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കിഡ്നി തരാം, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാഥമിക ടെസ്റ്റുകളൊക്കെ പോയി നടത്തി. കിഡ്നി കുഴപ്പമില്ല, അദ്ദേഹം മാച്ചിങ് ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ കിഡ്നി ലഭ്യമാകേണ്ട ആള് പെട്ടെന്ന് മരിച്ചുപോയി. അങ്ങനെ കിഡ്നി കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. അങ്ങനെ അദ്ദേഹം ഈ കിഡ്നി കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സോടുകൂടി ഇങ്ങനെ ആഗ്രഹിച്ചു. പാർട്ടിക്കാരനായതുകൊണ്ട് ഒരു പാർട്ടി പ്രവർത്തകൻ തന്നെ അത് കൊടുക്കുന്നതിലുള്ളൊരു സന്തോഷമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവന് ആദ്യത്തെ കിഡ്നി കൊടുക്കൽ ശ്രമം അല്ലെങ്കിൽ സംരംഭം ഇല്ലാതായി പോയി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിട്ട് അദ്ദേഹം വീണ്ടും ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് നാളങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഒരു രക്തദാനത്തിന് വേണ്ടി കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഈ രക്തദാനത്തെ കുറിച്ചിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു അച്ഛനും മകളും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ ദൈന്യതയുള്ള ഒരു മുഖത്തോടു കൂടി ഒരു അച്ഛൻ. അങ്ങനെ പരിചയപ്പെട്ടു. ഈ പാർട്ടി പ്രവർത്തനവും രക്തദാനത്തെ കുറിച്ചുള്ള നോട്ടീസൊക്കെ അവരെ കാണിക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു, എൻ്റെ മകളുടെ വൃക്ക ഫെയിലിയർഡാണ്, അത് അവൾക്കൊരു ഇനി വൃക്ക മാറ്റിവെക്കൽ മാത്രമേ ഒരേ ഒരു മാർഗമുള്ളൂ, അതുകൊണ്ട് മറ്റൊരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞു. ഒരു പറ്റിയൊരു ഡോണറെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പൊ ഇദ്ദേഹം വീണ്ടും പണ്ട് വൃക്ക കൊടുക്കാൻ പോയ ആ ഒരു ശ്രമത്തെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു, അതിനെന്താ, ഞാൻ തരാൻ റെഡിയാണല്ലോ, എൻ്റെ മാച്ചിങ് ആണെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു.
ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു വലിയ സന്തോഷം ആ അച്ഛൻ്റെയും അത് കേട്ട മകളുടെയും മുഖത്ത് വന്ന കാര്യം അദ്ദേഹം ഇങ്ങനെ പറയാണ്. അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണോ, നിങ്ങൾ തരാൻ റെഡിയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹം പോയി ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ടെസ്റ്റ് ചെയ്യാനായിട്ട് അടുത്തൊരു ദിവസം വരാനായിട്ടൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഫോൺ നിങ്ങൾക്ക് റെഡിയാണെങ്കിൽ ഫോൺ നമ്പർ എഴുതിക്കൊണ്ട് ആ രക്തദാനത്തിന്റെ നോട്ടീസിന്റെ പറയൽ ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും പേരും എഴുതിക്കൊണ്ട് സുനിൽ എന്ന് പേരൊക്കെ എഴുതിക്കൊണ്ട് അദ്ദേഹം കൊടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. അങ്ങനെ പിറ്റേന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷനുള്ള പൈസയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ വന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉപകാരം. അങ്ങനെ അദ്ദേഹം ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അന്ന് ചെയ്ത പോലുള്ള പ്രാഥമിക ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു. ഇത്തിരി കൂടി കൂടുതലായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇദ്ദേഹത്തെ ഒരു കൗൺസിലിങ്ങിനായിട്ട് വിളിച്ചു. കൗൺസിലിങ്ങിനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, നിങ്ങൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണോ വന്നിട്ടുള്ളത്? വൃക്ക കൊടുക്കുമ്പോൾ, കിഡ്നി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ നാള് നിങ്ങൾ റെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പിന്നെ ബെഡ് റെസ്റ്റ് വേണ്ടി വരും. ഭാരിച്ച ജോലികളൊന്നും നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയില്ല. കുറച്ച് നാൾ മരുന്ന് കഴിക്കണം. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു വൃക്ക കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു വൃക്ക നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഒരു വൃക്ക കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു ഡോണറെ നിങ്ങൾ തേടേണ്ടതായിട്ട് വരും. അന്നും ഇതുപോലെ ഭാരിച്ച ചെലവുകളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഈ വൃക്ക ദാനത്തിന്റെ ഒരു പിന്നിലുള്ള വലിയ ഉരുക്കുകളെ കുറിച്ചൊക്കെ ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. ഇദ്ദേഹം ആകെ ഞെട്ടിപ്പോവുകയാണ്. അതേസമയം തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിനെ ഇങ്ങനെ കൊത്തിവരിച്ചുകൊണ്ട് ആ അച്ഛൻ്റെയും മകളുടെയും മുഖമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛന് ഒരു വേള ഒരു സംശയം തോന്നുന്നുണ്ട്, ഇയാളെ എങ്ങാനും ഇനി പിന്മാറിക്കളയോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. എപ്പോഴും ഇങ്ങനെ അച്ഛനൊരു പേടിയുണ്ട്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആകെ അങ്കലാപ്പിലായി. ഇതിന് കൊടുത്താൽ ഇങ്ങനെ തനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ തൻ്റെ കുടുംബം, തൻ്റെ മക്കൾ, തൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ബഹളം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അദ്ദേഹം ആകെ പ്രയാസപ്പെട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് നിന്ന് ഭാര്യയോട് ഈ കാര്യം സംസാരിച്ചു. ഭാര്യയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ വലിയ വായിൽ ബഹളമൊക്കെ ഉണ്ടാക്കി, ആകെ ഒച്ചപ്പാടും ബഹളമൊക്കെ. അങ്ങനെ ബന്ധുക്കൾ, അവരുടെ തന്നെ എല്ലാ ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിച്ച് എല്ലാവരും കൂടി ഇദ്ദേഹത്തോട് ഇത് വേണ്ട എന്ന് വെപ്പിക്കാനായിട്ടുള്ള ഒരു മനസ്സിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേനും പിറ്റേന്ന് രാവിലെ ഈ അച്ഛൻ ഫോൺ വിളിക്കുകയാണ്. ഓപ്പറേഷന്റെ ഡേറ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം ഈ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഫോണിൽ സംസാരിച്ചത് അച്ഛനല്ല, ആ മകളായിരുന്നു. ദൈവം അയച്ച മാലാഖയാണ് നിങ്ങൾ വരില്ലേ, ഞാൻ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മകള് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി ഇദ്ദേഹം കരുതി വെച്ച എല്ലാ ആയുധങ്ങളും മറന്നുപോയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇദ്ദേഹം എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെ ആ മകളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വീട്ടുകാരൊക്കെ വീണ്ടും ശകാരവർഷങ്ങൾ പറഞ്ഞു, എന്തായാലും നല്ല കാശ് മേടിക്കണം, നല്ല കാശ് മേടിച്ചിട്ട് വേണം നിങ്ങൾ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട്, നിങ്ങളോട് എത്ര പറഞ്ഞാലും. അങ്ങനെ ഭാര്യയൊക്കെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ ഓപ്പറേഷന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു, അഡ്മിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ കുറച്ച് ദിവസം എൻ്റെ ജോലി ഉണ്ടാവില്ല, അപ്പൊ എൻ്റെ വീടിന് നടക്കാനായിട്ടുള്ള ഒരു പൈസ അത് നിങ്ങൾ ആലോചിച്ചിട്ട് എത്രയെന്ന് വെച്ചാൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഭാര്യനെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ ഓപ്പറേഷന് സമ്മതിക്കുകയും ഓപ്പറേഷൻ നടക്കുകയും വൃക്ക എടുത്ത് ആ കുട്ടിക്ക് കൊടുക്കുകയും അതിനുശേഷം വാർക്കപ്പണിക്ക് പോകാൻ കഴിയാതെ ആവുകയും സെക്യൂരിറ്റി പണിക്ക് ചേരുകയും ചെയ്ത കഥ പറഞ്ഞുകൊണ്ട് ബെന്യാമിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ ഭാഗം നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ്. പറ്റിച്ചിട്ടായാലും പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന ഒരു നാട്ടിലെ പണത്തിന് മീതെ മനുഷ്യത്വം പറക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം ആ അധ്യായം അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏതാണ്ട് 9:20 ഞാൻ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് അറിയാം. ഏതായാലും ഈ പറയാതെ പോരുന്നുള്ളത് കൊണ്ട് മാത്രം LC ടീച്ചറെ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രഭാകർ സാറെ കുഴപ്പമില്ലല്ലോ?
കാരണം ഞാനത് ഈ എൽ സി ടീച്ചറുടെ ഒരു കഥ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ അധ്യാപകരുടെ ഒരു ഇതാണല്ലോ. ഞാനും ഒരു അധ്യാപകനായതുകൊണ്ട് അത് പറയാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അധ്യാപകരുടെ നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന കുറച്ച് അധ്യാപകരുണ്ടാവും. അങ്ങനെയുള്ള അധ്യാപകരാണ് യഥാർത്ഥത്തിൽ ഇന്നും നമ്മുടെ മുമ്പിൽ തെളിച്ചമായിട്ടും വെളിച്ചമായിട്ടൊക്കെ നിൽക്കണേ ഒരു ചിന്തയും എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ജീവിതത്തിൽ തെളിച്ചമായിട്ട് നിന്ന എൽ സി ടീച്ചർ എന്ന അധ്യാപികയെ കുറിച്ചിട്ട് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിയുള്ള 21 അധ്യായങ്ങളെ കുറിച്ച് ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതെല്ലാം നിങ്ങൾ വായിച്ചാൽ മതി. കാരണം ഒരുപാട് ഇതുപോലുള്ള അനുഭവങ്ങളും സമ്പത്തുമുള്ള ഒരു പുസ്തകമാണ്. പോരായ്മകളൊക്കെ ഉണ്ട്, പക്ഷെ വായിക്കാൻ ഒരു സുഖമുണ്ട് എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ. എൽ സി ടീച്ചർ ജോസഫ് അന്നംകുട്ടി ജോസിനെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. അപ്പൊ ടീച്ചർ പറയുന്നുണ്ട്, നീ 4ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ ചേട്ടന്മാർ ആദർശം വരുണിനെയൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ് ഞാൻ. അവരൊക്കെ നല്ല മിടുക്കന്മാരായിട്ട് പഠിച്ചതാ, നീയും നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ അവൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ എപ്പോഴും ഉള്ള ഒരു അഡീഷണൽ പാഠപുസ്തകങ്ങളോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് സന്മാർഗം എന്ന് പറഞ്ഞിട്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ട്. സന്മാർഗം ക്രിസ്ത്യൻ സ്കൂളുകളിലൊക്കെ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ഈ സന്മാർഗത്തിന്റെ ക്ലാസ് ഭയങ്കര രസമാണ്. നല്ല കഥകളൊക്കെ കേൾക്കാവുന്ന കഥകളൊക്കെയാണ്. അപ്പൊ ഈ ജോസഫ് അന്നംകുട്ടി ജോസ് വളരെ ചെറുപ്പം മുതലേ, നേരത്തെ നമ്മൾ പറഞ്ഞില്ല, അമ്മയോടൊക്കെ തർക്കിക്കുന്ന അങ്ങനെ ഒരു വികൃതിയായിട്ടുള്ള ഒരു പയ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ നല്ല രസകരമായിട്ടുള്ള ചില സന്ദർഭങ്ങളൊക്കെ, തമാശയുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഇതിലുണ്ട്. അത് ഒന്നുള്ളത് ഈ അധ്യായത്തിലാണ്. അപ്പൊ ഈ ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, മനസ്സിൽ നന്മയുള്ളവരെ എത്ര പ്രായമായാലും അവർക്ക് നല്ല ആരോഗ്യവും ചുറുചുറുക്കും ഉണ്ടായിരിക്കും. നമ്മുടെ അധ്യാപകർക്കൊക്കെ പറ്റുന്ന ഓരോരോ മണ്ടത്തരങ്ങൾ കൂടിയൊക്കെ ഉണ്ട്. നമ്മുടെ വാചകങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ചില കുഴപ്പങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞൊരു വാചകം ഇതാണ്: മനസ്സിൽ നന്മയുള്ളവർക്ക് എത്ര പ്രായമായാലും നല്ല ആരോഗ്യവും ചുറുചുറുക്കും ഉണ്ടായിരിക്കും. അവർക്ക് നന്മ ചെയ്യാൻ വയസ്സുകാലത്ത് ഓടിച്ചാടി നടക്കാം. നിങ്ങൾക്ക് അപ്പൊ ഇങ്ങനെ പറഞ്ഞ ആവശ്യത്തോടുകൂടി ടീച്ചർ പോണ സമയത്ത് കുസൃതി കുരുന്നായിട്ടുള്ള ജോസഫിന് മനസ്സിലൊരു ചോദ്യം വന്ന്, ടീച്ചറെ ഈ നന്മ ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതൊക്കെ ശരിയാണ്, ആരോഗ്യം ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് ജോസഫ് ഇങ്ങനെ ചോദിക്കും. ആരോഗ്യം ഉണ്ടാവും, കാരണം വയസ്സായി കഴിഞ്ഞാൽ ആരോഗ്യമൊക്കെ ക്ഷയിക്കുമല്ലോ, ആരോഗ്യം ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പെന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ ഒരു നിമിഷം ഒന്ന് ആകെ ഒന്ന് സ്തംഭിച്ചു പോയി, കാരണം എല്ലാവരും മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞു, അതിനിപ്പോ എന്താ നിനക്ക് സംശയം? ടീച്ചർ വിട്ടുകൊടുത്തില്ല. ടീച്ചർ എന്ത് ചെയ്ത് വാദിക്കാന്ന്. ടീച്ചർ പറഞ്ഞു, അതിന് നിനക്ക് എന്താ സംശയം? നീ മദർ തെരേസേനെ നിനക്ക് അറിഞ്ഞൂടെ? മദർ തെരേസ മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് എത്ര പ്രായമായിട്ടുള്ള ആളാണ്, ഇപ്പോഴും ആരോഗ്യത്തോടു കൂടി എത്ര ആളുകൾക്ക് ഒരു ജീവൻ പകർന്നു കൊടുക്കുന്നു, എത്ര കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നു, ഇത്ര പ്രായമായിട്ടുള്ള ടീച്ചർ. അപ്പൊ ജോസഫ് പറഞ്ഞു, ടീച്ചറെ, ഇന്നലത്തെ പത്രത്തില് നമ്മുടെ മദർ തെരേസ ആകെ അവശതയായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് വന്നിട്ടുണ്ട്. കൂടിക്കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവര് സംഗതി തീരുമാനം അവരുടെ കാര്യത്തിൽ. അതുകൊണ്ട് ടീച്ചർ ഈ പറഞ്ഞതൊന്നും നടപ്പിലാവില്ല എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ക്ലാസ് നമുക്ക് കൂടെ അവസാനിപ്പിക്കാം, കുട്ടികളെല്ലാം പുളിമരച്ചോട്ടിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ജോസഫിനെ അവിടെ നിർത്തിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു, ജോസഫെ, നിന്റെ ഇമാതിരി വികൃതികളൊക്കെ നീ എന്നെ കുഴപ്പിക്കരുത് ക്ലാസ്സിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് ജോസഫിന് ഒരു താക്കീതൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു വർഷത്തെ ക്ലാസ് ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി 4ാം ക്ലാസ്സിൽ ക്ലാസ് ഇങ്ങനെ അവസാനിക്കുന്ന സമയത്ത് ടീച്ചർ 2 വിലപിടിപ്പുള്ള പേനയും കൊണ്ട് ക്ലാസ്സിൽ വരികയാണ്. ക്ലാസ് അവസാനത്തെ അധ്യയന ദിവസമാണ്. എന്നെ 2 വിലപിടിപ്പുള്ള പേന കൊണ്ടുവന്നിട്ട് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനായിട്ടുള്ള പേനയാണ്. അല്ലെ, ആദ്യത്തെ കുട്ടിയെ ഞാൻ വിളിക്കുന്നു, അവളുടെ പേര് സംഗീത എസ് മേനോൻ. സംഗീത എസ് മേനോനെ വിളിച്ചപ്പോഴേക്കും ജോസഫ് അന്നംകുട്ടി ജോസിന് ആകെ മനപ്രയാസമായി. 1, അവന്റെ പേര് വിളിച്ചില്ല എന്നുള്ളതാണ്. 2, അവനായിട്ട് എപ്പോഴും അടികൂടുന്ന തല്ലുപിടിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സംഗീത. അവളുടെ ക്ലാസ്സിൽ നല്ല മിടുക്കിയായിട്ടൊക്കെ പഠിക്കും. അപ്പൊ എപ്പോഴും ഇവനായിട്ടൊക്കെ തല്ലുപിടുത്തവും ബഹളമൊക്കെ ഉള്ളതായതുകൊണ്ട് അവൾക്കൊരു സമ്മാനം കിട്ടുമ്പോൾ തനിക്കൊരു സമ്മാനം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു കുറച്ചിലൊക്കെ ജോസഫ് അന്നംകുട്ടി ജോസിന് അനുഭവപ്പെടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു, ആൺകുട്ടികളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി ജോസഫ് അന്നംകുട്ടി ജോസാണ്. സന്തോഷം കൊണ്ട് ജോസഫ് ഇങ്ങനെ തുള്ളിച്ചാടിയ കഥ പറയുന്നുണ്ട്. എന്നിട്ട് ജോസഫിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ജോസഫേ, നീ വലിയ വർത്തമാനക്കാരനാണ്, വലിയ തമാശക്കാരനുമാണ്. നീയുള്ള ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ടീച്ചർക്ക് സന്തോഷമായിരുന്നു. മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വിദ്യാർത്ഥിയാണ് നീ. വലുതാവുമ്പോൾ നീ ഒരു സിനിമാ നടനോ എഴുത്തുകാരനോ ഒക്കെ ആവും. അപ്പൊ നീ ടീച്ചറെ മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഈ സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നീട് ഇവൻ ജീവിതത്തിൽ ഈ പറയുന്ന തരത്തിൽ വലിയ ഒരു വ്ളോഗറും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന യൂട്യൂബിലൊക്കെ വളരെ പ്രസിദ്ധനായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ വരികയാണ്. ജോസഫെ, നിന്നെ എൽ സി ടീച്ചർ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു, തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ടീച്ചറുടെ റിട്ടയർമെന്റ് ആണ്. ടീച്ചറുടെ പിറ്റേ ദിവസം തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, റിട്ടയർമെന്റിന് നീ വരണം ജോസഫെ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുൻപ് തന്നെ ടീച്ചർ ഈ വീഡിയോ, ഇവൻ ഈ
ഇത് ചെയ്തപ്പോൾ ഈ പറയുന്ന വീഡിയോ ഒരു വീഡിയോ ടീച്ചറെ കുറിച്ച്, ഒരു അധ്യാപക ദിനത്തിന്റെ ഒരു വീഡിയോയിൽ ടീച്ചറെ കുറിച്ചൊക്കെ പറഞ്ഞു. ടീച്ചറെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോൾ ടീച്ചറുടെ മകള് ടീച്ചറെ കാണിച്ചു കൊടുത്തിട്ട് ടീച്ചറെ വിളിച്ചിട്ട് ടീച്ചർ അതിന്റെ ഒരു സന്തോഷം പറയുന്നുണ്ട്. ജോസഫ്, നീ എന്നെ ഇത്രമാത്രം ഓർക്കുന്നുണ്ടെന്ന്, നിന്നെ കുറിച്ച്, അതായത് ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആദ്യം പ്രവചിച്ച ആൾ ടീച്ചറാണെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഈ അധ്യാപകർക്കൊക്കെ നമ്മളൊക്കെ പറയുന്ന ചില വാക്കുകളൊക്കെ പിന്നീട് അച്ചട്ടായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ആ പറഞ്ഞതൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. പക്ഷെ ആ കുട്ടികൾ അതൊരിക്കലും മറക്കൂല. അത് നല്ലതായാലും ചീത്തയായാലും. അപ്പൊ അതുകൊണ്ട് ഇത് ടീച്ചർക്ക് അവനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പിന്നീട് ജീവിതത്തിൽ, അപ്പൊ അവന് ഇത്തരത്തിൽ നിന്ന് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രവചനം നടത്തിയ ഒരാള് ആ കുസൃതിയായിട്ടുള്ള കുഞ്ഞിനെ ക്ലാസ്സിൽ വീണ്ടും ടീച്ചർ പഠിപ്പിക്കാനായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ വ്യത്യസ്തനായിട്ടുള്ള കുട്ടിയെ കുറിച്ച് ടീച്ചർ പറഞ്ഞ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടീച്ചർ ഇവനെ വിളിച്ചു, അവനോടുള്ള നന്ദിയൊക്കെ പറഞ്ഞു. അതിനുശേഷം ടീച്ചറുടെ ഈ റിട്ടയർമെന്റിന് ഇവൻ പോവുകയാണ്. ടീച്ചറുടെ റിട്ടയർമെന്റിനൊക്കെ ചെന്നുകൊണ്ട് ടീച്ചറോട് അവൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ടീച്ചർ ആ ഒരു അധ്യാപിക 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആ ഒരു അധ്യാപികയെ തന്റെ ജീവിതത്തിൽ തന്ന ഒരു വെളിച്ചത്തെ കുറിച്ച്, അവനെ ഉൾക്കൊണ്ട ഒരു അധ്യാപികയെ കുറിച്ചിട്ടൊക്കെ അവനിന്ന് പറയുന്നുണ്ട്. അപ്പോഴും ടീച്ചർ അവനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു വാക്ക് മൈ ഫേവറേറ്റ് സ്റ്റുഡന്റ്, അതാണ് അവൻ പറയുന്നത്, മൈ ഫേവറേറ്റ് സ്റ്റുഡന്റ്. അത് അവൻ വലുതായപ്പോഴല്ല, അവൻ പറയുന്നതാണ്. ആ ടീച്ചർ 4ാം ക്ലാസ്സിൽ വെച്ചും എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് സമ്മാനം തന്നത്. ഇന്ന് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെങ്കിലും വലുതായൊക്കെ കഴിഞ്ഞ് വലിയ പ്രസിദ്ധനൊക്കെ കഴിയുമ്പോൾ മൈ ഫേവറേറ്റ് സ്റ്റുഡന്റ് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കും. പക്ഷെ ഇത് അന്നും പറഞ്ഞു, അത് തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനും ഇന്ന് ഓർക്കപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതൊക്കെ എൻ്റെ സംസാരത്തിന്റെ പേരിലാണ്. ഞാൻ ക്ലാസ്സിൽ കാണിച്ച വർത്തമാനപ്രിയനായിട്ടുള്ള എന്നെ ടീച്ചർ ഒരിക്കലും തടഞ്ഞില്ല. എൻ്റെ ഒരു വാക്കും ടീച്ചർക്ക്, എൻ്റെ ഒരു കുസൃതിയും ടീച്ചർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ ആ ഒരു തടയാതിരുന്നതാണ് ഇന്നത്തെ ഞാനാക്കി എന്നെ മാറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹത്തെക്കുറിച്ചും കസൻ സാക്കിയതിന്റെ ഫ്രാൻസിസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളെ അതുപോലെ തിരിച്ചാത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്തതിന്റെ 2 ഉദാഹരണങ്ങൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. സാൽവിൻ കണ്ണമ്പള്ളി എന്ന് പറയുന്ന ഒരു വൈദികനെ കുറിച്ചും സ്വന്തം മൂത്ത ജ്യേഷ്ഠൻ അധികമൊന്നും സംസാരിക്കാതെ തന്റെ ചെറുപ്പത്തിൽ തന്നെ വല്ലാതെ ഉപദ്രവിച്ചു എന്ന് വിശ്വസിക്കുന്ന തന്റെ ഒരു ചേട്ടനെ കുറിച്ചും അദ്ദേഹം തന്റെ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ തന്റെ ഈ വീഡിയോകളിലൊന്നും അധികം പരാമർശിക്കാതെ പോകുന്ന ഈ വ്യക്തികളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. ഈ പുസ്തകത്തിൽ ഒരു കുമ്പസാരം എന്ന പോലെ പറഞ്ഞു വെക്കുകയാണ് സ്നേഹിക്കപ്പെടാതെ പോകുന്ന സ്നേഹത്തെ കുറിച്ചിട്ട്. അങ്ങനെ ഈ പുസ്തകത്തിൽ ഉടനീളം ഇതുപോലുള്ള വ്യക്തികളാണ്. അദ്ദേഹത്തിന് ക്രൈസ്റ്റില് ബികോമിന് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു സുഹൃത്ത് അവളുടെ വീട്ടിൽ പോയിട്ട് പരീക്ഷയുടെ തലേദിവസങ്ങളിലൊക്കെ പഠിക്കുകയും എന്നാൽ അവളോട് തിരിച്ച് സ്നേഹം വേണ്ട പോലെ കാണിക്കാതിരിക്കുകയൊക്കെ ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അദ്ദേഹം ഓരോ ഭാഗത്തും ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. 23 ഭാഗത്തും 23 ഇതുകളിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിൽ എല്ലാം തന്നെ ഇങ്ങനെ അദ്ദേഹം ഓരോരോ വ്യക്തികളും അതിന്റെ ഓരോരോ സന്ദർഭങ്ങളും ഒക്കെ അദ്ദേഹം ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വായനോത്സവത്തിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ ഈ പുസ്തകത്തിൽ നിന്നുള്ള ഒരു കോട്ട് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അത് ഇതിലെ ഹൃദയവയൽ എന്ന് പറയുന്ന ഒരു ഒരു അധ്യായത്തിൽ നിന്നാണ്. ഹൃദയവയലില് ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനായിട്ടുള്ള ഒരു ഉഗ്രൻ വൈദികനുണ്ട്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുമാണ്. അപ്പൊ ഹൃദയവയലിൽ അദ്ദേഹം ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്ന 4 വാചകങ്ങളാണ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അവിടെ കോട്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, കളിപ്പാട്ടങ്ങളെക്കാൾ കൂടുതൽ പുസ്തകങ്ങളാവും മക്കൾക്ക് നന്നാവുക എന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ മാതാപിതാക്കൾക്ക് അദ്ദേഹത്തിന്റെ സമർപ്പണമാണ്. അദ്ദേഹത്തിന് സമർപ്പിച്ചതാണ്. കളിപ്പാട്ടങ്ങളെക്കാൾ ഉപരിയായി പുസ്തകങ്ങളാവും മക്കൾക്ക് കൂടുതൽ ഉപകാരപ്പെടുക എന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ മാതാപിതാക്കൾക്ക്. കാരണം എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു വൈദികനെ കേട്ട് കഴിഞ്ഞപ്പോൾ, വായിച്ചു കഴിഞ്ഞപ്പോഴാണ് വായനയുടെ ഒരു വലിയ ലോകം എൻ്റെ മുൻപിൽ തുറന്നു തന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയ ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറയുന്ന ഒരു വൈദികനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഈ എല്ലാ അധ്യായങ്ങളിലും അദ്ദേഹം ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ വന്ന് കടന്നുപോയി ഒരു തിരിച്ചറിവ് നൽകി കടന്നുപോയിട്ടുള്ള ഓരോ വ്യക്തികളെയും ഇങ്ങനെ ദൈവത്തിന്റെ ചാരന്മാരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സമയത്ത് നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ഭൂതക്കണ്ണാടി കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കും. നമ്മുടെ ജീവിതത്തിലൂടെ ഇതുപോലെ കടന്നു വന്നിട്ടുള്ള ഈ പറയുന്ന ദൈവത്തിന്റെ ചാരന്മാരെന്നോ അല്ലെങ്കിൽ പടച്ചോന്റെ പടയാളികളെന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന മനുഷ്യരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കും.
അതിനും അപ്പുറത്ത്, വായനയ്ക്കപ്പുറത്ത് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് നമ്മൾ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ദൈവത്തിന്റെ ചാരനായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ? അങ്ങനെ മാറിയിട്ടില്ല എങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ അവസരവും അതിനുള്ള ഒരു സാധ്യതകളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നൽകുന്ന ഒരു പുസ്തകമാണ്. എല്ലാവരും വായിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ദിനേശ് ശങ്കർ സാറ് വളരെ നല്ല വാക്കുകൾ കൊണ്ട് എന്നെ ഇവിടെ നിന്ന് അവതരിപ്പിച്ചു. പ്രഭാകര സാറ് എപ്പോഴും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഓരോ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ശങ്കരമണി സാറും എല്ലാവരും ഗുരുനാഥന്മാരും സുഹൃത്തുക്കളൊക്കെയാണ്. എല്ലാവരോടും നിങ്ങൾ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കേട്ട് ഇരുന്ന നമ്മുടെ രാജു ഫിലിപ്പ് സാർ അടക്കം വളരെ ഈ കൊറോണ കാലത്ത് കിട്ടിയ പോസ്റ്റിക്കമ്മുകളിൽ കിട്ടിയ സൗഹൃദങ്ങളാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ പറഞ്ഞതിലെ പോരായ്മകളൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ തെളിച്ചം നിങ്ങൾക്ക് നൽകാനായിട്ടുണ്ടെങ്കിൽ ഇനി കൂടുതൽ തെളിച്ചത്തിനായിട്ട് നിങ്ങൾ ഈ പുസ്തകം വായിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് ഞാൻ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.